ഈ മാസ്കിനെ കുറിച്ച് ആദ്യം ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ കാര്യം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു 5 മാസ്കാണ് പറഞ്ഞിട്ടുള്ളത്. ആ 5 മാസ്ക് പറയുമ്പോ നമ്മളിൽ മിക്കവാറും ഉണ്ടാവുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഓക്കെ. അപ്പോ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഷിഫാനല്ലേ? ഷിഫാന എന്താ ഡൗട്ട് ചോദിച്ചു. ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടെ പറയാണ്. ഇത് നമ്മളെ ഉള്ളിലുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. ചില കാര്യങ്ങളൊക്കെ നമ്മള് ഓട്ടോമാറ്റിക്കലി ഇതുണ്ടെങ്കിലേ നമുക്ക് അതാണ് ഷിഫാന ചോദിച്ചിരുന്നത്. ഇതുണ്ടെങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മളിൽ ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതന്നെയാണ് ഞാനും പറഞ്ഞത്. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാണ് എന്നാണ് പറഞ്ഞത്. ആ മാസ്കിനെ കുറിച്ച് പഠിപ്പിച്ച് തരുന്നതിന്റെ കാര്യം തന്നെ ആദ്യം നിങ്ങൾക്ക് മാസ്കിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കി തരുന്നു. അത് നിങ്ങളെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഇത് റിമൂവ് ചെയ്യാനുള്ള പ്രവർത്തികൾ പറയും. ഇന്ന് ഞാന് കുറച്ച് മാസ്കുകൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രവൃത്തി ഞാൻ ഇന്ന് പറഞ്ഞു തരും. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കേറിയ ആൾക്കാർക്ക് ഞാൻ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മെഡിറ്റേഷൻ ചെയ്യേണ്ട രൂപം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മള് ഒന്ന് ശരിക്കും അതിനെ ഒന്നും കൂടെ വിശദമായിട്ട് പറയും. നമ്മള് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് നിങ്ങളെ മാത്രം ഉള്ളിലൊന്നല്ല. ഇത് എല്ലാരുടെ ഉള്ളിലുള്ളതാണ്. നമ്മളെ ഉള്ളിലുള്ളതാണ്. പിന്നെ നമ്മൾ എന്താ പറയാച്ചാൽ നമ്മളൊരു പേരിട്ടിട്ട് വിളിക്കും. എന്റെ പേരാണ് പേഴ്സണാലിറ്റി. നമ്മൾ അതിനൊരു പേരിട്ടു. എന്റെ പേരാണ് എന്ത്? പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ നിർമ്മിച്ചത് ഈ മുഖ കവചങ്ങളെ കൊണ്ടാണ്. എന്നാൽ റിയാലിറ്റി അതല്ല. ശരിക്കും ഉണ്ടാവേണ്ട ഒരു നമ്മളായി നമ്മൾക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിയൽ പേഴ്സണാലിറ്റി. ആ ഒരു റിയൽ പേഴ്സണാലിറ്റി നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ നമ്മൾ ഈ മാസ്കുകളെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ഇത് 1 ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും നമുക്ക് അയച്ചു വെക്കാൻ പറ്റില്ല. എന്നാൽ പല സാഹചര്യങ്ങളും ഇതിനെ നമുക്ക് ഒഴിവാക്കാതിരിക്കാനും പറ്റില്ല. അപ്പോ ഞാനൊരു ചെറിയ സാധനം വരച്ചുതരാം. എന്താണ് റിയാലിറ്റി? ഞാന് ക്ലാസ്സിൽ വരക്കാറുണ്ട്. എന്നാലും പറയാം. ഇത് ആസ് എ പേഴ്സൺ എന്നുള്ള നിലക്ക് നമ്മള് നമ്മള് നമ്മൾ എന്നുള്ള നിലയ്ക്ക് ഇതിനെ നിങ്ങൾക്ക് കാണാം. ഓക്കെ. നമ്മൾ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. നമ്മളുടെ ഉള്ളിലുണ്ടായ പല പ്രയാസങ്ങളെ കൊണ്ട് നമ്മൾ പലതിനെയും നമ്മൾ മറക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതന്നെയാണ് ഇന്നും നമ്മള് പറയുന്നത് അതന്നെയാണ്. ഈ പ്രയാസങ്ങൾ നമുക്ക് മുകളിൽ വന്ന ചളികളാ. അപ്പോ നമുക്ക് പലേ കാര്യങ്ങളും ഇവിടെങ്ങനെ പലേ ചളികളും വന്നിട്ട് നമ്മളുടെ തിളക്കം, നമ്മൾക്ക് ഇതിപ്പോ ഒരു ഡയമണ്ട് ആണെങ്കിൽ നമ്മളുടെ തിളക്കം പുറത്തേക്ക് പോവാൻ പറ്റുന്ന രീതിയിൽ നിന്ന് മാറിക്കഴിഞ്ഞു. ചളി വന്ന് അടഞ്ഞു കഴിഞ്ഞു. അപ്പോ ഇതിന് എങ്ങനെയാണ് മാസ്ക് രൂപപ്പെട്ടത്? അപ്പൊ നമുക്കെന്താ ഉണ്ടായത്? ഇപ്പൊ ഞാൻ പറയാം. ഇന്നത്തെ ഒരു മാസ്കിനെ പറയാം ഞാന്. ഇന്ന് നമ്മൾ പറയാനുള്ള ഒരു മാസ്ക് ആണ് ഇന്റലക്ച്വൽ മാസ്ക്. അതായത് ഇന്റലക്ച്വൽ മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ശരിക്കും എന്താ പറയാ ഒരു ബുദ്ധിജീവി ആയിക്കൊണ്ട് നമ്മള് അഭിനയിച്ച് കാണിക്കുന്ന ഒരു മാസ്കാണ്. മനസ്സിലായോ? അപ്പോ ഉദാഹരണം പറയണേ. ഇത് നമ്മളാണ്. നമുക്ക് ചുറ്റുപാടുള്ള സാധനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനം. എന്താണ് ആ ബുദ്ധിജീവി ആയിക്കൊണ്ടിരിക്കുന്നത്? നമുക്കൊരു വിഷമമുണ്ട്. ആ വിഷമത്തിനെ ആ വിഷമം മറ്റുള്ളവർ അറിയാൻ പാടില്ല. ഇതല്ലേ നമ്മളെ സത്യത്തിലുള്ള പ്രശ്നം. നമുക്കൊരു വിഷമമുണ്ട്. ഇത് മറ്റുള്ളവർ അറിയാൻ പാടില്ല. ഇതാണ് നമ്മളെ പ്രശ്നം. വെരി സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. അപ്പോ ഒരു വിഷമം അങ്ങനെ കുറേ വിഷമങ്ങൾ കൂടിയിട്ട് നമ്മളിത് പറയാതെ ആവുമ്പോ നമ്മുടെ മനസ്സിന് പിന്നീട് ഒരു കാര്യം നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് നമ്മൾ വരും. അതിന് മുന്നേ ഈ മുഖാവരണങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം. അത്രേ ഇതിലുള്ളൂ. വേറെ ഒന്നുമില്ല. വേറെ വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഇത് ഒഴിവാക്കണേ കുറച്ച് പണിയാണ്. അത് നമ്മൾ കൗൺസിലിങ്ങിലൂടെയൊക്കെയാണ് ഒഴിവാക്കുക സാധാരണ. അതിന് കുറെ തെറാപ്പികളൊക്കെ ചെയ്തിട്ടാണ് ഒഴിവാക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ എന്റെ ഒരു സിസ്റ്റർ തന്നെ ഓക്കെ ഈ എന്താ പറയാ എല്ലാ കാര്യവും സത്യത്തിൽ നമ്മൾ തലയിൽ ഏറ്റെടുക്കും. നിങ്ങക്ക് മനസ്സിലായോ? ഓളെ ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത്. എല്ലാം ഏറ്റെടുത്തിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ തന്നെ എല്ലാം ചെയ്തു കൊടുക്കണം. നമ്മൾ തന്നെയല്ലേ എല്ലാം ചെയ്തു കൊടുക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്.
എന്നിട്ട് നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ, വീട്ടിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഓഫീസൊന്നും അല്ല പറയുന്നത്. ഓഫീസിലും അങ്ങനെ ഉണ്ട്. പക്ഷെ മറ്റുള്ള കാര്യങ്ങളാ പറയുന്നത്. വീട്ടിലുള്ള കാര്യങ്ങളാ. നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അത് കഴിയൂലേ എന്ന് കരുതിയിട്ട് പേടിക്കാം. മനസ്സിലായോ? ഇതാണ് സംഭവം. അതുപോലെ തന്നെ എന്താ, അപ്പൊ നമ്മള് എന്ത് ചെയ്യുന്ന വെച്ചാല്, ഇപ്പൊ അവളെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാല്, ഒന്ന് അവളെ മകള് 4 വർഷായിട്ട് 3 വർഷം കഴിഞ്ഞ് ഇപ്പൊ 4ാമത്തെ വർഷത്തില് എൻട്രൻസ് കോച്ചിങ്ങിന് ഇരിക്കുകയാണ്. അവള് വീട്ടിന്ന് പുറത്തേക്ക് പോകൂല. കാരണം +2 ഒക്കെ കൊറോണ സമയത്ത് എഴുതി പോയതായതുകൊണ്ട്, വീട്ടിലിരുന്ന് പഠിച്ചതായതുകൊണ്ട് അവളാ കംഫർട്ട് സോണിലാണ്. അവൾക്ക് വീട്ടിന്ന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലമാ. അപ്പൊ ഇവളവിടെ വീട്ടിലുള്ളത് കൊണ്ടന്നെ ഇവക്ക് എന്റെ പെങ്ങക്ക് എവിടേക്കും പോവാനും പറ്റില്ല. ഒന്നിനും പറ്റൂല്ല. ഇവരെയും കാവലിരുന്നിട്ട് ഇരിക്കും വേണം. ഇവള് ടെൻഷനായാൽ ആ ടെൻഷൻ മുഴുവനായിട്ട് ഒറ്റ മകളേ ഉള്ളൂ. പിന്നെ 2 ആൺകുട്ടികളാ. അപ്പൊ ഇതിങ്ങനെ ഏറ്റെടുക്കണം ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വളരെ ചെറുപ്പത്തില് കല്യാണം കഴിഞ്ഞ് പോയതാണ്. അപ്പൊ അന്ന് ചെല്ലുമ്പോ തന്നെ അവിടുത്തെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. മോശം എന്ന് പറഞ്ഞാല് കാണുമ്പോ നമുക്കെല്ലാം ഉഷാറാണ്. പക്ഷെ എന്ത് ചെയ്യണംന്ന് വെച്ചാല്, ഇപ്പൊ ഒരു ഉദാഹരണം പറയാണെങ്കില്, തേങ്ങ അരക്കണെങ്കില് അമ്മിമ്മെ തന്നെ അരക്കണം. എങ്ങനെണ്ടാവും? മിക്സിയിൽ അരക്കാൻ പറ്റില്ല. ഒന്ന്. ഭക്ഷണം 2 നേരം ഉണ്ടാക്കണം. ഞാനൊരു ഉദാഹരണം പറയാണ്. അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് ഉണ്ടാക്കണം. പിന്നെ വാപ്പ ഇരിക്കുന്ന സ്ഥലത്ത് കൂടെ മക്കള് നടക്കാൻ പാടില്ല. ഞാൻ പറയാം, ഇപ്പൊ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഇതൊക്കെയാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ചെറിയ കുട്ടി, അതായത് ഒരു 17 വയസ്സ് 18 വയസ്സായിട്ടേ ഉണ്ടാവുള്ളൂ. അവളെ കൊണ്ടോയിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഓള് കല്യാണം കഴിച്ചു പോണ്ടത്. വലിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സ്വത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ അറ്റ്മോസ്ഫിയർ ഉൾക്കൊള്ളാന് ഭയങ്കര പ്രയാസണ്ടാവും. അപ്പൊ നമ്മളെ വേദനകളെ നമ്മൾ ആരോടും പറയില്ല. ഇങ്ങനെ പറയാതെ ഒരു കൂട്ടി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അതിന്റെ മുകളിലൂടെയാണ് ഇത് വരുന്നത്. പിന്നെ അവളെ ഭർത്താവാണെങ്കില്, അളിയനാണെങ്കില് ഒരു കൂടുതലായിട്ട് അങ്ങനെ സംസാരിക്കൊന്നുല്ല. നമ്മളിങ്ങനെ ഈ വളവളാ സംസാരിക്കൊന്നുല്ല. പക്ഷെ കാര്യങ്ങളൊക്കെ വളരെ ഉഷാറാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഉഷാറാണ്. ഒരു കുഴപ്പമില്ല. അടിപൊളിയാണ്. എല്ലാത്തിനും ഉഷാറാ. എല്ലാ കാര്യം. പക്ഷെ ഇവളിങ്ങനെ എന്നും പേടിച്ചിട്ട് ഈ കാര്യങ്ങൾ പേടിച്ച് വെറുതെ പേടിക്കാ. അപ്പൊ ഇവര് ചെയ്യുന്ന ഒരു പണി എന്താ അറിയോ ഇങ്ങള്? എന്റെ വിഷമങ്ങളെ, അവരെ വിഷമങ്ങളെ അവൾ പുറത്തേക്ക് പറയില്ല. എന്നോട് ആരോടും പറയില്ല. എന്നിട്ട് എന്താ വെച്ചാൽ ഇതിന് കുറെ ഐഡിയകൾ ഇങ്ങനെ കൊണ്ടുവരും. ദാറ്റ് ഇസ് ദ ഇന്റലക്ച്വൽ മാസ്റ്റർ. ഐഡിയകൾ ഇങ്ങനെ കൊണ്ടുവരാ. അതായത് ഇപ്പൊ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായ പ്രോബ്ലം എന്താ വെച്ചാൽ, ഒന്ന് ഇതാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ, അവളെ രണ്ടാമത്തെ മകൻ കല്യാണം കഴിച്ച കുട്ടി ടിടിസിക്ക് പഠിക്കണം. അവർക്ക് ടൂർ പോണം. 8 ദിവസം 9 ദിവസമായിട്ട് ഹൈദരാബാദ്ക്കാ ടൂർ പോണത്. ചെറിയ കുട്ടിക്ക് 1 വയസ്സാവുന്നുള്ളൂ. കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇനി എന്താ ചെയ്യാ? ഇതാണ് ഇവിടെ ഈ വയറിന്റെ അവിടുന്ന് ഇങ്ങനെ കാളി. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടായാലും ഇവിടുന്നാ വരിക. ഈ വയറിന്റെ അവിടുന്ന് ഇങ്ങനെ കാളി വരും. ഇതാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനത്തെ എന്ത് പ്രോബ്ലം, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഏറ്റവും ചെറുതാണ് എന്റെ വീട്ടില്. പക്ഷെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവസാനം എന്റെ തലേക്കാ വരിക. എന്റെ തലേക്കല്ല, എന്നെയാണ് വിളിക്കുക. സൊല്യൂഷൻ കിട്ടാൻ എന്നെ വിളിക്കുക. അതൊരു വലിയ അനുഗ്രഹമാണ്. എന്നെയാണ് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി വിളിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാല്, എന്റെ വലിയ പെങ്ങളുണ്ട്. വലിയ പെങ്ങള് പറഞ്ഞാല് എന്താ, എന്റെ ഉമ്മാകാനുള്ള പ്രായമുണ്ട്. ഓക്ക് എന്നെ കുറിച്ച് നല്ലതായിട്ട് അറിയാം. അപ്പൊ ഓള് എന്നോട് പറഞ്ഞു, ഓള് അപ്പൊ തന്നെ ആ പെങ്ങളോട് പറഞ്ഞിട്ട്, ഞാൻ അവനോട് വിളിക്കാൻ പറയണേ എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല. ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചിട്ട്, ഞാൻ പള്ളിയിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചെന്നിട്ട് വിളിക്കാൻ. അതിന്റെ ഇടയിൽ ഓള് വീണ്ടും വിളിച്ചിട്ട്, അവൻ വിളിച്ചിട്ടില്ലല്ലോ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിളിച്ച് ചോദിച്ചു, ഇപ്പൊ എന്താ പ്രശ്നം? ഇതാണ് പ്രശ്നമുള്ളത്. പക്ഷെ ഓള് പറയും നമ്മളോട് അപ്പുറത്ത്, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, അതൊക്കെ എനിക്ക് വിഷയമല്ല. പക്ഷെ എന്താ എനിക്ക് കുഴപ്പമെന്നറിയില്ല. പ്രശ്നം ഇതന്നാണ്. അപ്പൊ ഞാൻ ഐഡിയ പറയാം എന്താണ്. അപ്പൊ ഓക്ക് ഇനിയിപ്പോ ഏറ്റവും വലിയ പേടി എന്താ അറിയോ ഇങ്ങളെ? ഏറ്റവും വലിയ പേടി എന്താന്ന് ചോദിച്ചാൽ, 4 വർഷമായിട്ട് ഇവള് അവിടെ ഇരുന്ന് പഠിക്കാണ്. ഇവളെ മാർക്കൊന്നും കൂടുന്നില്ല. അപ്പൊ എന്താ, മാർക്ക് കൂടിയില്ലെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് പറയും ആൾക്കാരോട്? അടുത്ത പ്രോബ്ലം. എന്ത് പറയും? എന്ത് പറയും? പിന്നെ എന്റെ മോള് ഇവളെ കൂടെ എഴുതുന്നുണ്ട്. ഓളതിലെ താഴെയുള്ള ആളാ. ഓളിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം റിപ്പീറ്റഡ് എഴുതണേ. അപ്പൊ ഓക്കെങ്ങാനും കിട്ടുകയും ചെയ്യും. ഇവക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഇവക്ക് പ്രശ്നമൊന്നുമില്ല കിട്ടാതിരിക്കണേന്. പക്ഷെ എന്റെ മോൾക്ക് എന്താവും? സംഭവിക്കും. ഒരുമ്മാന്റെ പേടി തന്നെയാണ്. സംഭവം സത്യാണ്. ഇത് ആരോടും തുറന്നു പറയില്ല. ഇങ്ങനെ മുഖത്ത് ഒരു കവചം തീർത്തിട്ട് ഇങ്ങനെ നടന്ന് ഇന്നലെ എന്നോട് പറഞ്ഞു, എനിക്ക് കഴിയണില്ല.
ഞാനിനി എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്തോണ്ടോ. അപ്പൊ ഞാനെന്താച്ചാ ഞാൻ ഈ സാധനം കൊടുത്താ ഓൽക്ക് കൊടുത്താ ശരിയാവൂല എനിക്കറിയാം. അപ്പൊ ഞാൻ അവളന്ന് നേരെ തിരൂര് ഞങ്ങളെ ടീമിൽപ്പെട്ട ആളുടെ ഓർക്ക് വിട്ടു. ഒരു കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് വന്നു. ഇതാണ് നമ്മളെല്ലാരും പ്രശ്നം. ഇതാണ് ഈ ഇന്റലക്ച്വൽ മാസ്. ഐഡിയ ഇങ്ങനെ പറയും. എന്താ ഐഡിയ പറയാ അറിയോ? ഓക്ക് കിട്ടിയില്ലെങ്കില് അത് കിട്ടിയില്ലെങ്കിൽ നെറ്റിന് ചേർക്കാലോ, അങ്ങനെ ചേർക്കാലോ, ഇങ്ങനെ ചേർക്കാലോ എന്നിട്ട് സ്വയം സമാധാനിക്കാം. ഒന്ന്. ടൂർ പോകാൻ ഇപ്പൊ എന്തിനാ പോലും ടൂർ പോകേണ്ടത്? ഓൾക്ക് അടുത്തെല്ലാം പോയാ പോരെ. പിന്നെ ഇതൊക്കെ ഓളിങ്ങനെ സ്വയം പറയുള്ളൂ. അല്ലെങ്കിൽ ഓള് അങ്ങനെ ഐഡിയകൾ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും. എന്നാ കുട്ടീനായിട്ട് വണ്ടിയിൽ ഒരു കൂടെ പോയാ പോരെ. അങ്ങനെ പോയാ പോരെ. ഇങ്ങനെ ഈ ഐഡിയകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഒരു എന്താ പറയാ നമ്മൾ ആ സാധനം ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും. ദാറ്റ്സ് എ മാസ്ക്. ഒരു മാസ്ക് ധരിക്കണം. ഇതിന്റെ അപകടം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവര് ഇമോഷണലി മറ്റൊരാളോട് മറ്റൊരാളോട് ഇത് സംസാരിക്കാൻ തയ്യാറാവില്ല. നമുക്കുണ്ടാവുമല്ലോ ഇങ്ങനെ ഒരു വേദന വന്നാല് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരാളോട് സംസാരിച്ചിട്ട് അതിനെ കുറിച്ച് ഒന്ന് കരയാം. ഒന്ന് ഒന്ന് ആ വേസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. ഇത് ചെയ്യൂല ഇവര്. ഇതിങ്ങനെ കെട്ടിക്കിടന്നിട്ട് ഈ മനസ്സിന്റെ നിയന്ത്രണം പോകും. ഇതാണ് ഒരു സംഭവം. അപ്പൊ എന്താ സംഭവിക്കച്ചാല് ഓരോ ഇപ്പൊ എന്താണ് പ്രശ്നം? മോൾക്ക് ഈ വിഷയം അപ്പോൾ ഓളൊന്നൊരു ഐഡിയ കൊണ്ടുവരാണ്. ആ ഐഡിയ ഇതൊരു മുഖാവരണമാണ് നമ്മളെ മുന്നിൽ. മുഖാവരണമാണ്. ഓക്കെ. പിന്നെന്താണ്? ഒരു എന്താ പറയാ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. വേറൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. അത് വേറെ ആട് അപ്പൊ എന്താണ്? അടുത്തൊരു മുഖാവരണമാണ്. ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വന്ന് എന്ത് ചെയ്യും? യഥാർത്ഥ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ എന്താണ്? ഇത് നോട്ട് വർക്കിംഗ് ആയി മാറും. ഇത് ഇത് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതിനെന്ത് ചെയ്യാൻ കഴിയില്ല? ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് അപ്പോഴാണ് നമ്മള് സൈക്കാട്രി പേഷ്യന്റും സൈക്കോളജിസ്റ്റ് പേഷ്യന്റ് ഒക്കെ ആയി മാറാം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് യാഥാർത്ഥ്യം. അപ്പോ എന്നോട് ശിവാന ചോദിച്ചത് ഇതാണ്. എന്റെ കുട്ടി ഇതാ സെയിം മനസ്സിലായിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് കുറെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. ഞാൻ എന്താ ഇത്ര ഇത്ര ഇതിൽ പറയാൻ കാരണം ഇതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ക്ലാസ്സില് ഞാൻ 9 മണിക്ക് ഞാന് ഇവിടുന്ന് പോണത് വണ്ടൂരിലേക്കാണ്. വണ്ടൂരിലേക്കാണ്. കാരണം എന്നോട് പറഞ്ഞത് എന്താച്ചാൽ ഞാൻ പറഞ്ഞു എന്റെ പെങ്ങളെ കുട്ടീന്റെ പ്രോബ്ലം ആണ് പറഞ്ഞു. ഞാൻ പോവാണ്. വേറെ പെങ്ങളെ കുട്ടിയാണ്. അപ്പൊ പോണ സമയത്ത് എന്നോട് പറഞ്ഞ് കരഞ്ഞത് എന്താച്ചാൽ എന്റെ കുട്ടിക്ക് തീരെ വയ്യ. എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ഓന് എന്താ പറയാ ഒന്നും തിന്നാൻ വേണ്ട. ഒന്നും സംസാരിക്കണില്ല. ഭയങ്കര പ്രശ്നാണ്. ഇങ്ങനെയൊക്കെ പല പ്രശ്നമാണ്. എന്താ ഞാൻ കാട്ടാന്ന് ചോദിച്ചിട്ട് നെഞ്ഞത്തടിച്ചിട്ട് കരഞ്ഞിട്ടാണ് വിളിക്കണത്. ഒരു ലീഡിങ് ഡോക്ടറാണ് ട്ടോ. ലീഡിങ് ഡോക്ടറാണ്. അവളെ ഹസ്ബൻഡ് ഒരു ഡബിൾ MA ഉള്ള ആളാണ്. ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. സൈക്കോളജിസ്റ്റ് ആണ്. ഓരാണ് ഈ കരയണതേ. ആരോടാ അറിയുന്നത്? എന്നോട് പറഞ്ഞിട്ടാണ് ഈ കരയണത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ചോദിച്ചു ഞാൻ വരാം എന്നാല്. അപ്പൊ എന്നോട് പറഞ്ഞു അത് വേണ്ട വരണ്ട. ഇപ്പൊ എന്നാ ഓൻ ആരും കാണാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. എന്നാ ഓക്കെ ആയിരുന്നു. എനിക്ക് അത്രയും ദൂരം പോണ്ടല്ലോ. അപ്പൊ ഞാൻ ഉച്ചക്ക് തന്നെ അത് ക്ലോസ് ചെയ്ത് വെച്ചു. അങ്ങനെ അന്ന് ഇവിടെ കോൺവെക്കേഷനാ. കോൺവെക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ എന്റെ ഫോണിൽ കുറെ മിസ് കോൾ ഉണ്ട്. അപ്പൊ എന്നോട് ഇങ്ങോട്ട് അടുത്ത് ചോദിച്ചു. ഓരൊന്നും പറയില്ല. അവർക്കൊക്കെ ഒരു പ്രത്യേകത എന്താ അറിയങ്ങളെ? ഓര് വലിയ വലിയ ആൾക്കാരാണ്. അപ്പൊ ഓർക്ക് ഒരിക്കലും നമ്മളെ പല കാര്യങ്ങളും ചിലപ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്നെ അംഗീകരിക്കാൻ കഴിയില്ല. പല ആൾക്കാർക്കും കഴിയില്ല. ഞാൻ അവരോട് എപ്പോഴും പറഞ്ഞ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിയാണ്. അവിടെ ഇന്നെ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ ഇവർക്ക് എന്താ വെച്ചാല് ഇവര് തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് പറയും എന്നോടല്ല ഇതൊന്നും പറയാം. ഇതൊക്കെ ഈ പറഞ്ഞ വേറെ ഏതെങ്കിലും പങ്കന്മാരോട് പറയും. ഇവര് ഇന്നെ കണക്ട് ചെയ്യും. ഇതാണ് സത്യം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഓക്കെ കുഴപ്പമില്ല. എനിക്ക് അത്രയും സുഖമല്ല. എനിക്ക് എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. പിന്നെ വൈകുന്നേരം എന്നോട് പറഞ്ഞു ഈ എന്നാ ഒന്ന് വന്ന് നോക്കേ. എന്താന്ന് അറിയില്ല. ഒന്ന് വന്ന് നോക്കേ. നാളെ ഒരു സൈക്കാട്രി ഡോക്ടർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ബുക്ക് ചെയ്തിട്ടുണ്ട് അൻഷിഫീക്ക് എന്ന് പറഞ്ഞു. ഓക്കെ. ഞാന് അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ രാത്രി ഇരുന്ന് വണ്ടി എടുത്ത് നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇവിടുന്ന് നേരെ പോയി. ഞാൻ രാത്രി തിരിച്ചു വരുന്നത് 2 മണിക്കാണ് എന്റെ വീട്ടിലേക്ക് കയറുന്നത്. 2 മണി കഴിഞ്ഞിട്ടുണ്ട് രാത്രി കേറുമ്പോ. അപ്പൊ ഞാൻ ബൈക്ക് എടുത്തിട്ട് അവിടുന്ന് പോണേ. എന്താ കാരണം അറിയോ? വീട്ടിൽ പോയിട്ട് കാർ എടുത്താല് എന്റെ കുട്ടികളും എന്റെ വൈഫൊക്കെ എന്റെ കൂടെ കയറും. ഓർക്കത് ഇഷ്ടമല്ല. അപ്പൊ വെറുതെ നമ്മളവരെ കൊണ്ടോണ്ട. അപ്പൊ ഞാനത് പറഞ്ഞു വൈഫിനോട് ഞാനത് പറഞ്ഞു. പക്ഷെ ഇനിയിപ്പോ അതൊരു വെറുതെ ഒരു സീൻ ഉണ്ടാക്കണം. പറഞ്ഞു ഓക്കെ പറഞ്ഞു. ഞാൻ പോയി. അപ്പൊ ഇത് ചെന്ന് സംസാരിക്കുമ്പോഴും ഇവർ ഭയങ്കര ഇമോഷണലി അവിടെ കിടക്കുകയാണ്. എന്റെ കുട്ടിക്ക് ഇനി ഒന്നും വയ്യല്ലോ, ഇനി ഒന്നും ചെയ്യാം. എന്താ കാരണം അറിയങ്ങള്? ആദ്യം ഓനെ MBBS കൊണ്ടുപോയി ചേർത്തു ഫസ്റ്റില്. ആ MBBS കൊണ്ടുപോയി ചേർത്ത സ്ഥലത്ത് നിന്ന് ഓൻ എന്ത് ചെയ്തു?
ഓൻ കോളേജിൽ എനിക്ക് പോകാൻ കഴിയില്ല, പഠിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്നതിന് ശേഷം രണ്ടാമത് ഓൻ തന്നെ പറഞ്ഞിട്ട് ഓന്റെ ഇഷ്ടപ്രകാരം ഓനെ ഹോമിയോ കോളേജിൽ കൊണ്ട് ചേർത്തു. ആ ചേർത്ത സ്ഥലത്ത് നിന്ന് ഗേറ്റിംഗ് 1/2 മണിക്കൂർ പോലും ഓൻ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല. ഓൻ അപ്പോത്തിന് അതിനെ ഇവാലുവേറ്റ് ചെയ്തു. ഓൻ തിരിച്ചു പോകുന്നതാണ് കഥ. ഇതാണ് സത്യം. അപ്പൊ ഓന് കഴിയുന്നില്ല, വിറയലാണ്, ഓൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള മെസ്സേജ് ഒക്കെ അയച്ചപ്പോ ഓനോട് ഇന്നാ പോരെ എന്ന് പറഞ്ഞിട്ട് വരുത്തിയതാ. ഇത് അസുഖമായിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓടിപ്പോയത്. ഓന്റെ കംപ്ലൈന്റ് എന്താന്ന് എനിക്കറിയാം. എന്താ കാര്യം എനിക്ക് ആദ്യം അറിയാം. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ പോയി. ഇവിടെ ചെന്നപ്പോഴും കാണുന്ന സീൻ എന്താ വെച്ചാൽ ഈ 2 ആൾക്കാരും ഉമ്മയും ഉപ്പയും ആകെ ഡെസ്പാണ് കംപ്ലീറ്റ്ലി. എന്താ കാരണം? ഓർക്ക് ഇതിനെ കുറിച്ചിട്ട് ഓരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഓരെ കുറ്റം പറയുന്നില്ല. ഞാനായാലും ചിലപ്പോ അങ്ങനെ മേ ബി ഉണ്ടായേക്കാം. ഇത് നമ്മള് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കാൻ സാധിക്കണം. ആരോടെങ്കിലും ഒരു കാരണം നമ്മൾ തളർന്നു പോയാല് ഒരൊറ്റയടിക്ക് നമുക്ക് പൊങ്ങാൻ കഴിയില്ല. ആരെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടി വരും. അത് ആരാണ് വരാന്ന് നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോ വാക്കുകളെ കൊണ്ടായിരിക്കാം, ചിലപ്പോ നമ്മളെ കൈ പിടിച്ചിട്ടായിരിക്കാം, ചിലപ്പോ എന്താണോ അത് അതിനൊരു പറ്റിയ ഒരാളോട് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു നിർത്തണ്ട. അത് ആരായിരിക്കണം എന്ന് ചോദിച്ചാൽ തന്നെക്കാളും താഴെ ലെവലില് മാനസികാവസ്ഥ ഉള്ള ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ മുകളിൽ നിൽക്കുന്ന, അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളോട് ഹയർ സെൽഫിൽ നിൽക്കുന്ന ഒരാളോട് പറയണം. ഇത് പറയാത്തതാണ് ഇവരെല്ലാരും പ്രശ്നം. അവര് മാസ്ക് ഇട്ടിട്ട് ഇങ്ങനെ ധരിക്കും. എന്താണ് ആ മാസ്ക്? ഞാൻ ഡോക്ടറല്ലേ, അപ്പൊ പറയാൻ പാടില്ല. ഞാൻ എന്താണ് സൈക്കോളജിസ്റ്റ് അല്ലേ? ഇല്ല. ഓരോരുത്തരുള്ള കുറെ ഫോൾട്ടുകൾ ഉണ്ട്. ഇന്നെ കൊണ്ടായ എന്താ പ്രശ്നം? അത് മുഴുവൻ ഞാൻ തുറന്നു പറയും, മുഖത്ത് അടിച്ചു പറയും. അപ്പൊ അതുകൊണ്ടാണ് ആ മാസ്ക് ഇടുന്നത്. ആ പേടി കൊണ്ടാണ് മാസ്ക് ഇടുന്നത്. ചെന്നു 2 മണി വരെ ഞാൻ സംസാരിച്ചു. അതുവരെ ഓന് ഒരു കോൺഫിഡൻസ് ഒക്കെ ഇല്ലാത്ത പോലെ കാട്ടിണ്ട്. അപ്പൊ രാവിലെ ഞാൻ വിളിച്ചപ്പോ പെങ്ങള് പറഞ്ഞു ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, എണീറ്റിട്ടില്ലായിരുന്നു. ശരിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ കുറച്ചൊന്ന് ശരിയായിട്ടുണ്ട്. ഈ ഒന്ന് നീ എന്താ ചെയ്യേണ്ടിന്നൊന്ന് പറഞ്ഞോണ്ടാണ്. അങ്ങനെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് എന്തായാലും ഒന്ന് കൊണ്ടുപോയില്ല. ഓനെ ഞാൻ വേറെ സ്ഥലത്ത് കണ്ണൂര് ഞാൻ വേറെ ബുക്ക് ചെയ്ത് കൊടുത്ത സ്ഥലം. 1-ാം തീയതി പോവുള്ളൂ ആള്. രണ്ടാമത്തെ ദിവസം ഞാൻ പിറ്റത്തെ ദിവസം എറണാകുളം പോയി. എന്റെ പരിപാടിയൊക്കെ കഴിച്ചു വന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഞായറാഴ്ച പോയി. ഞായറാഴ്ച ഞാനൊരു 7 മണിക്കൊണ്ടടുത്ത് വൈകുന്നേരം ഇരുന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയത്. തനിച്ചാ പോയത്. അവിടെ ഇരുന്നിട്ട് ഒരു 10 മണി വരെ 9 മണി വരെ 9:30 വരെ ഞാൻ അവനോട് സംസാരിച്ചു. ഓൻ എന്നോട് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞു ഓനൊരു കുഴപ്പമല്ല. ഓന്റെ കുഴപ്പം ഇതാണ്. ഓൻ ഇവിടുന്ന് പോവാനാവില്ല. സിമ്പിൾ കേസ്. മറ്റേ പെങ്ങളെ കുട്ടികൾ അതേ പ്രശ്നം. ഓൻ ഇവിടുന്ന് പോരാ. കാരണം എന്താ? സുഖലോലുപരായിട്ട് ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് ആർക്കെങ്കിലും വേറെ സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവോ? ഉണ്ടാവില്ല. ഉണ്ടാവില്ല. ഓനത് പഠിക്കാനാവില്ല. ഇത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അവസാനം ഇനി എന്താ ചെയ്യാ വെച്ചാ അങ്ങനെ ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങള് രണ്ടാളും ഒന്ന് ബോൾഡ് ആയിട്ട് നിൽക്കും. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചെയ്യാം. ഓനൊറ്റ വർത്താനൊള്ളൂ എനിക്ക് അവിടുന്ന് കിക്ക് ചെയ്യണം. അവിടെ ഒഴിവാക്കി തരണം, ഒഴിവാക്കി തരണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓനോട് അന്നെ ഞാൻ ഒഴിവാക്കി തരാം. ഞാൻ പറഞ്ഞവരൊക്കെ കേൾക്കും. ഞാൻ ചെയ്തു തരാം. പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞോ. വെറുതെ ഒഴിവാക്കാൻ പറ്റില്ല. 10 ലക്ഷം രൂപയാണ് പോകും കയ്യിന്ന്. പൈസ പോണതല്ല പ്രശ്നം. പക്ഷേ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു. അതവന് പറഞ്ഞത് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഓപ്ഷൻ ഒക്കെ ഇട്ട് കൊടുത്തു. എനിക്ക് പലതും പറയാം അവനോട്. പക്ഷെ ഞാൻ ഓനോട് പറഞ്ഞു ഇയ്യ് തീരുമാനിച്ച് പറഞ്ഞു. അന്റെ ഉള്ളിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവേണ്ടത്. അന്റെ ഉള്ളിൽ നിന്നാണ് ഇതിന്റെ ഉത്തരം ഉണ്ടാവേണ്ടത്. ഇതാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. ഈ മാസ്ക് ഉള്ള ആളുകൾക്ക് ഈ മാസ്കിനെ നമ്മൾ തിരിച്ചറിയിക്കുന്നതിനാണ് ഇതിന്റെ ഇതിന്റെ ചോദ്യം നിങ്ങളിൽ നിന്നുണ്ടാവണം. അതിന്റെ ഉത്തരവും നിങ്ങളുടെ ആൻസറും നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാവണം. അപ്പോഴേ പ്രശ്നം തീരും. ഇനി അപ്പൊ ഇനി പിന്നെ എന്താ ചെയ്യാന്നാണ് ഷിഫാനോട് ചോദിച്ചത്. ഇതൊക്കെ ഇല്ലെങ്കിൽ അങ്ങനെ ഞാൻ പിടിച്ചിക്ക. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ എല്ലാ മാസ്കുകളും അഴിച്ചു വെച്ചാൽ ഈ ചളി കളഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ നിങ്ങളാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ മാസ്ക് ഇടേണ്ട ആവശ്യം ഉണ്ടാവുക? ദാറ്റ്സ് ഓൾ. ആ യാഥാർത്ഥ്യം നിങ്ങളായ പിന്നെന്താ പ്രശ്നം ഉണ്ടാവുക? ഒരു കുഴപ്പമുണ്ടാവില്ല. ഇത് നിങ്ങളെ ഇപ്പോഴൊന്നും ബാധിക്കൂല. ഞാൻ പറയുന്നത് ഇപ്പോഴല്ല ബാധിക്കാം. ഇത് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാല് ഇതിങ്ങനെ റിട്ടേൺ അടിച്ചു വരും. അപ്പോ നിങ്ങൾ ഈ കാര്യങ്ങൾ മറച്ചു വെച്ചത് എന്തുകൊണ്ടൊക്കെ അറിയാം? മറ്റുള്ളവർക്ക് പരിഗണന കിട്ടൂലേ? അതെ, മറ്റുള്ളവർക്ക് പരിഗണന കിട്ടൂല.
മറ്റുള്ളവർ എന്നെ അംഗീകരിക്കൽ നിർത്തും. ഓരിന്നൊരു വേറെ ആളായി കാണും. ഞാനിങ്ങനെ കംപ്ലയിന്റ് ബോക്സ് ആയിട്ട് കരുതും. ഇങ്ങനെയൊക്കെ കരുതിയിട്ട് നമ്മൾ പറയാതെയും കരയാതെയും ഇരുന്നത് കൊണ്ട് എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം ഉണ്ടാവുക. ആ നഷ്ടമാണ് ആ നഷ്ടം ഒഴിവാക്കാനുള്ള കാര്യമാണ് ഞാൻ പറയാൻ ഇത് പറയുന്നത്. ഇതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്ര ധൈര്യത്തിൽ ഇത് പറയണത് എനിക്ക് എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിക്കൊരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ എനിക്ക് മടിയായിരുന്നു, പേടിയായിരുന്നു. ഇന്ന് ഞാൻ ആർട്സിലെ നടന്നപ്പോ കുട്ടികളോട് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത് തരാം. ആർട്സിലെ പറഞ്ഞപ്പോ കുട്ടികളോട് പറഞ്ഞതാണ്. ഒരു ആർട്സിലെ എന്റെ സ്കൂളിൽ നടക്കുമ്പോ, ഒരു സ്പോർട്സ് എന്റെ സ്കൂളിൽ നടക്കുമ്പോ, അന്ന് അങ്ങോട്ട് പോവാതിരുന്നാൽ ലീവ് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചിന്റെ മനുഷ്യനാണ് ഞാൻ. അത് എന്തുകൊണ്ടാ ചിന്തിച്ചിന്റെ അറിയോ? അവിടെ ഒരു മാസ്ക് ഇട്ടതായിരുന്നു ഞാൻ. എന്നെ പല രീതിയിലും പല സമയത്തും അവഗണിക്കപ്പെട്ടതുകൊണ്ട് ഇനിയും ഞാൻ അവഗണിക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ചെയ്തത്. ഇന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞതും ഇതന്നാണ്. ഇന്ന് ഞാൻ അവരോട് പാട്ട് പാടി കൊടുത്തു. പാട്ട് പാടിയത് എന്റെ സൗണ്ടൊക്കെ ഇന്ന് ഭയങ്കര റഫാണ്. കാരണം ഈ തണുപ്പായതുകൊണ്ട് ജലദോഷം പിടിച്ചിട്ട് ഭയങ്കര പ്രയാസം ഉണ്ട് എനിക്ക്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും എനിക്ക് ധൈര്യമായിട്ട് പാടാം. എന്റെ കുട്ടികളുടെ അടുത്താണ് ഞാൻ പാടുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു പാട്ട് അങ്ങോട്ട് പാടി. എനിക്കറിയാം അത് എത്രത്തോളം സൗണ്ട് ക്ലാരിറ്റി ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ എന്താ പാടിയ വെച്ചാൽ ആ അവസ്ഥയാണെങ്കിലും എന്തുകൊണ്ട് ധൈര്യത്തിൽ പാടിക്കൂടാ? എന്റെ ആ മാസ്കിനെ അഴിച്ചു വെക്കാനും എന്റെ ആ പേടിനെ മാറ്റാനും കൂടിയാണ് ഞാൻ എന്ത് ചെയ്തത്? അങ്ങനെ ചെയ്തത്. നമ്മൾ എപ്പോഴാണ് ഒരാൾക്ക് ഫോൺ വിളിക്കാൻ ഭയങ്കര പേടിയാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ എങ്ങനെ ഫോൺ വിളിക്കാൻ പഠിച്ചത്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ടാ പഠിച്ചത്? അല്ല. അതാണ് ചെയ്തപ്പോൾ പഠിഞ്ഞു. ഇതാ. അപ്പൊ നമുക്കുള്ള പ്രയാസങ്ങളെ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ടായാൽ എന്താ ഉണ്ടാവുക? ഇത് വേറെ സാധനങ്ങളായിട്ടാണ് പുറത്തേക്ക് വരിക. അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കും? നമുക്ക് പോലും പറയാൻ പറ്റില്ല. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുക. അപ്പോഴാണ് സത്യത്തിൽ നമ്മൾ അസ്വസ്ഥരാവുക. ഇത് സംഭവിച്ചിരിക്കും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞപ്പോ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്തു. ഈ വീട്ടിൽ ഇങ്ങനെ കാവലിരിക്കണ്ട. ഇജ് കാര്യം ചെയ്യേ. ഒഴിവാണെങ്കിൽ എന്റെ അടുത്തേക്ക് പോരെ. ഞാൻ മരിക്കുന്ന വരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്റെ അടുത്തേക്ക് വരാം. അത് കഴിഞ്ഞാലുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയി. ഒരു പ്രശ്നമല്ല. അപ്പൊ അവള് പറഞ്ഞു ഞാൻ നോക്കാറുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ താത്ത വന്നിട്ടുണ്ട്. വേറെ എവിടെയൊക്കെ പോകാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു. ഡോക്ടറെ കാണിക്കാൻ പോകാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു സൈക്കാട്രിസ്റ്റിനെ. എനിക്ക് 7:30ക്ക് ഇന്നലെ ക്ലാസ് ഉണ്ട്. 7:00ക്ക് ഇന്നലെ പഠിക്കാണ്ട് എനിക്ക്. അത് എന്തിന്റെ ഡിസ്കഷനാ എനിക്കറിയാം. ഈ മാസ്കിന്റെ ഡിസ്കഷനാ. ഈ മാസ്കിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ക്ലാസ് ആണ്. ഞാൻ കട്ട് ചെയ്തു, സ്കിപ്പ് ചെയ്തു. കാരണം അവളവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ സ്കിപ്പ് ചെയ്തു. ഞാൻ കുറെ കാര്യം സംസാരിച്ചു. കുറെ ദിവസമായിട്ട് രാത്രി ഉറങ്ങാറില്ലേന്ന് പറഞ്ഞു. ഇന്നലെ ഉറങ്ങി. ഇന്ന് രാവിലെ ഞാൻ തിരൂർക്ക് ബുക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ എത്താത്തണ്ട് അതിന്റെ അടുത്തേക്ക് വിട്ടു. ഇന്നും കുഴപ്പമുണ്ടാവില്ല. അടുത്ത ആഴ്ച ഇനിയും പോണം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇതിനെ ഇറക്കി വെക്കാൻ പഠിച്ചാൽ ജീവിതത്തിൽ എന്നും സന്തോഷത്തോടുകൂടി ജീവിക്കാം. ഇത് ഞാൻ ഗ്യാരണ്ടിയാ. ചെയ്താൽ മാത്രം, ട്രസ്റ്റഡ് ആയിട്ട് ചെയ്താൽ മാത്രം. നമ്മള് ഇതിനൊക്കെ ഒഴിവാക്കിയാലേ നമുക്ക് ഉയരാൻ സാധിക്കുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെല്ലാവരും ആഗ്രഹം എന്താ? നിങ്ങളെ ആഗ്രഹം എന്താ? നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവണം. ജോലിയൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. എന്റെ ജീവിതം എന്താണ്? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അല്ലെങ്കിൽ എന്റെ വീട്ടുകാരെല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം. ഞാൻ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ടോ അവരെല്ലാം എന്നെ ഇഷ്ടപ്പെടണം. എല്ലാവരും എന്നെ പരിഗണിക്കണം. ഇതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇതെല്ലാം മറച്ചു വെക്കുന്നത്. എന്നാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയുന്നു, ഇതിനെ നിങ്ങൾ സ്വരുക്കൂട്ടി എതിർക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് വേറെ രൂപത്തിലാക്കി നമ്മളെ പുറത്തേക്ക് വരും. അങ്ങനെ വന്നാൽ നമ്മളെ ഇവരാരും ഇഷ്ടപ്പെടില്ല. ആരും ഇഷ്ടപ്പെടില്ല. ആരും ഇഷ്ടപ്പെടില്ല. എന്താ കാരണം? ഇപ്പൊ എന്റെ ഈ പെങ്ങളെന്നെ പറയുമ്പോ ഓളെ ഹസ്ബൻഡ് ആയാലും മക്കളായാലും ചോദിക്കണ തരാം നിങ്ങൾക്ക് എന്തിനാ ടെൻഷൻ ആവേണ്ട ആവശ്യം? ഇവിടെ എന്ത് കുഴപ്പമുള്ളത്? ഒരു പ്രശ്നമില്ലല്ലോ. വെറുതെ ആവശ്യമില്ല ചിന്തിച്ചുണ്ടാക്കല്ലേ എന്നാ ചോദിക്കാം. നിങ്ങളൊന്ന് ആലോചിക്കുക. ആരെ കുറിച്ചാണ് ചിന്തിക്കണത്? ഇവരെ കുറിച്ച് ചിന്തിച്ചുണ്ടാക്കിയതാണ്. എന്നിട്ട് ഇവര് ചോദിക്കണത് എന്താണ്? ആരെന്നോട് വെറുതെ ചിന്തിക്കാൻ പറഞ്ഞത്? ഒരു ആവശ്യമില്ലാത്തല്ല ചിന്തിക്കണത്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ കാരണം ഒരു കാര്യമില്ല. അപ്പൊ ആരോടും പറഞ്ഞ എന്താ പറയാ? ഉമ്മാക്ക് എന്താണ് വെറുതെ ചിന്തിച്ചുണ്ടാക്കാണ്, ഒരു കാര്യമില്ല. ആർക്കും വേണ്ടിയാ ചിന്തിച്ചത്? ഇതന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുക.
ഇതന്നെയാണ് എല്ലാവർക്കും ഉണ്ട്. ഇത് പിന്നെ പല അസുഖമായിട്ട് മാറും. 40 വയസ്സ് വരെ പ്രശ്നം. 40 വയസ്സായ ആൾക്കാരെങ്കിലും ഉണ്ടോ ഇതില്? ഉണ്ടോ? ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ലല്ലോ? ആർക്കും അറിയില്ലല്ലോ? 40 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആരും പറയും കൂടി ഇല്ല ഇണ്ടെങ്കില്. പറയോ? അറിയില്ലല്ലോ? പറയില്ല. പറയോ ബഷീറ? ഇല്ല. പറയില്ല. 40 വയസ്സ് ഉണ്ടെങ്കിൽ തന്നെ പറയില്ല. അപ്പൊ ഇത് കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കും. തിരിച്ചടിക്കും. ഒരുക്കൂട്ടി വെച്ച സാധനം വേഗം ഒഴിവാക്കണം. അത് പഠിപ്പിച്ചരാം. ചെയ്യലെങ്ങനെ പഠിപ്പിച്ചരാം. അത് പഠിപ്പിച്ചരാം. പക്ഷെ ദിവസം പ്രാക്ടീസ് ചെയ്യണം. ദിവസം പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ദിവസം പ്രാക്ടീസ് ചെയ്യണം. ഈ മാസ്കുകൾ പോവാനുള്ള 2 സാധനങ്ങളുണ്ട് നമ്മളെ ഉള്ളിലേക്ക് കയറ്റാനുള്ള. ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡും ഒന്ന് ഫോർഗിവ്നെസ്സും ആണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രമേ നമുക്ക് ഇതിനൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അത് 2ന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ഈ പുറത്തേക്ക് തിരിച്ചു വെച്ച ക്യാമറക്ക് പകരം നമ്മളെ ഉള്ളിലേക്ക് ക്യാമറ തിരിച്ചു വെക്കാണ്. അപ്പൊ ആരെ നമുക്ക് കാണാം? അങ്ങട്ട് വെച്ച ക്യാമറ ഇങ്ങട്ട് വെച്ച ആരെ കാണാം? നമ്മളെ. അതന്നെയാണ് പണി. നമ്മളെ കാണണം. എന്നിട്ട് നമുക്കുണ്ടായ വിഷമങ്ങളെ നമ്മൾ കാണണം. നമുക്കുണ്ടായ അനുഗ്രഹങ്ങളെ നമ്മൾ കാണണം. ആ അനുഗ്രഹങ്ങൾക്കാണ് നമ്മളെ വിഷമത്തിനെക്കാട്ടിലും നമുക്ക് കിട്ടിയത് അനുഗ്രഹങ്ങളാ. അങ്ങനെ അത് നമ്മൾ സ്വന്തം ചോദിച്ച് നമ്മളെ ക്രിയേറ്ററോട് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മള് ഹൈ സക്സസ് ആവും. അല്ലെങ്കിൽ അതാണ് ഭംഗിയൊക്കെ പോണത്. ഈ ടെൻഷൻ വരുമ്പളാണ് കണ്ണിന്റെ അടിയിൽ കറുപ്പ് വരുന്നത്, മുഖത്ത് ചുളിവ് വരുന്നത്, അതേപോലെ തന്നെ ചുണ്ടിലൊക്കെ വിള്ളല് വരുന്നത്, നമ്മളെ ഭംഗിയൊക്കെ പോണത്, ഉഷാറില്ലാതാവുന്നത്, ഉന്മേഷം ഇല്ലാതാവുന്നത്, ചെറുപ്പമുള്ള ആളെ തന്നെ പ്രായം തോന്നുന്നത്, ഇതൊക്കെ അതുകൊണ്ടാ. പിന്നെ പ്രായം തോന്നും ട്ടോ. ഇന്നൊക്കെ കുറെ മുന്നേ തന്നെ പ്രായം തോന്നിയിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. അതിന്റെ ഒരു നേച്ചറാണ് കംപ്ലീറ്റ്‌ലി. അന്ന് എനിക്കും ഈ പറഞ്ഞ പോലെ ടെൻഷനും ഉണ്ടായിരുന്നു. സത്യം. ആവശ്യമില്ലാത്ത ടെൻഷനായിരുന്നു. സത്യാണ് പറഞ്ഞത്. വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങളെ തലയിലേറ്റിയിട്ട് അതിന്റെ ടെൻഷൻ അടിച്ച് നടക്കുന്ന സാധനമാണ് ഉണ്ടായത്. ഞാൻ ഇപ്പഴും നിങ്ങളോട് പറയാണ്, നമ്മളെ ലൈഫ് വിജയിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ റിലീസ് ചെയ്തേ പറ്റൂ. അതാണ് ഈ പറഞ്ഞ ഒന്ന് എന്ത് ഇന്റലക്ച്വൽ മാസ്ക്. അതിന്റെ പ്രത്യേകത ഇതാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഇന്റലക്ച്വൽ മാസ്കിന്റെ പ്രത്യേകത ഇതാണ്. നമ്മൾ എന്ത് ചോദിച്ചാൽ കുറെ ഐഡിയകള് നമ്മളിങ്ങനെ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഐഡിയകളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഐഡിയകൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നാ പിന്നെ അങ്ങനെ കാട്ടിയാ പോരാ ഇങ്ങനെ കാട്ടിയാ പോരാ ഐഡിയകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ വേദന പറയില്ല. എന്നിട്ട് ഇങ്ങനെ അതിനിങ്ങനെ പുറത്ത് മുഖം മൂടി ഇട്ടിട്ട് ഇങ്ങനെ നടന്നിട്ട് നമ്മളിങ്ങനെ പ്രയാസപ്പെടും. കുറച്ച് കഴിയുമ്പോ ഇതെല്ലാം കൂടെ ഇവിടുന്ന് ഇങ്ങട്ട് തേട്ടീട്ട് വരും. അപ്പൊ നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയൂല. അപ്പൊ നമ്മള് മരുന്ന് കുടിക്കേണ്ടി വരും. ആ മരുന്ന് കുടിച്ചിട്ട് ഹോർമോണിനെ കൺട്രോൾ ചെയ്യേണ്ടി വരും. എന്നും ഒരു സൈക്കാട്രിക് പേഷ്യന്റ് ആയിട്ട് മാറും. മറ്റുള്ളവരുടെ കണ്ണിൽ അവസാനത്തെ ആ മാനസികം എന്നുള്ള ഒരു ചിത്രീകരണം നമുക്ക് വരും. സ്വന്തം നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ടെൻഷൻ അടിച്ചത്, ആരാലോചിച്ചിട്ടാണോ നിങ്ങൾ ബേജാറായത്, അവരെ നിങ്ങളെ വേണ്ടാത്ത അവസ്ഥയായി മാറും. അവരെടുത്ത് നിന്ന് എന്ത് കിട്ടൂലാന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഈ ചില ആൾക്കാരെ കണ്ടില്ല നിങ്ങള്? ഈ കുട്ടികൾക്ക് എന്താ ഒരു കാര്യവുമില്ല. കുട്ടികൾക്ക് എന്താണ് ഒരു പ്രശ്നമില്ലാതെ നല്ല അടിപൊളിയായിട്ടുള്ള ആവേശമുള്ള എന്താ ഓർക്ക് ഇങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. ചില കുട്ടികളെ കണ്ടില്ലേ നിങ്ങള് വലിയ ആൾക്കാരെ പോടാ എന്നൊക്കെ വിളിക്കണേ. അപ്പൊ നമ്മള് പറയും അങ്ങനെ വിളിക്കരുത് വലിയ ആൾക്കാരെ. ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ പറയാം. ഓൻ വിളിച്ചോട്ടെ കുഴപ്പമില്ല. ഞാൻ അങ്ങനെ പറയില്ല. എന്താ കാരണം എന്ന് വെച്ചാല് അത് ഓനറിയില്ല. എന്താണ് അതിന്റെ ഇതെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നാണെങ്കിൽ നമുക്ക് എത്ര എനർജി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. നമുക്ക് ഏറ്റാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മൾ ഏറ്റേണ്ടതല്ലാത്ത കാര്യങ്ങൾ അതിനോട് ഒഴിവാക്കി വിട്ടാൽ മതി. അത് അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ കരുതിയാൽ മതി. ഒരു പ്രശ്നമല്ല. ഞാൻ എന്റെ പെങ്ങളോട് ഇന്നലെ പറഞ്ഞത് അതാണ്. അതായത് എന്റെ രണ്ടാമത്തെ മരുമകൾ അതായത് ഇപ്പൊ ടിടിസിക്ക് പഠിക്കുന്ന ആൾക്ക് ഹസ്ബൻഡ് ഉണ്ട് ഇല്ലേ? കുട്ടീനെ നോക്കാൻ ഹസ്ബൻഡ് ഒരു വേണമെങ്കിൽ നോക്കിക്കോട്ടെ. ഒരു വേണ്ട പണി എന്താ വെച്ചെടുത്തോട്ടെ. അപ്പോൾ പറഞ്ഞെന്തരാ അല്ല ഞാൻ തന്നെയാണ് ടിടിസിക്ക് ചേർക്കാൻ പറഞ്ഞതും ഞാൻ തന്നെയാണ് ടൂറ് വന്നാല് നമുക്ക് ഒപ്പം പോവാന്നൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ തന്നെ പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോ കഴിയണില്ല. ആരാ ഐഡിയ ഉണ്ടാക്കി കൊടുത്തത്? ഇവളെന്നെയാണ്. എന്താ ഐഡിയ ഉണ്ടാക്കിയത്? ഇതുകൊണ്ടാണ് ഐഡിയ ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ എന്തായി? തിരിച്ചടിച്ചു. ഇപ്പൊ താങ്ങാൻ വയ്യ. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ശരിയാണ്. ഇജ്ജ് പറഞ്ഞോളാ. ഞാൻ അങ്ങനെ കരുതിയിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് ഇപ്പൊ സാധിക്കൂല. നിങ്ങൾ എന്താ വെച്ചാ ചെയ്താളി. അപ്പൊ ഓല് അതിന് വഴി ഉണ്ടായിക്കോളും. തിരക്കടില്ല. ഹസ്ബൻഡ് ഇവിടെ ഇല്ല. ഗൾഫിലാണ്. അല്ലെങ്കില് ഹസ്ബൻഡ് മരിച്ചതാണ്. ഒരു ചെറിയ കുട്ടിയുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഏറ്റെടുക്കേണ്ടി വരും. ഇനിയിപ്പോ എന്തിനാ എങ്ങനെ ഏറ്റെടുക്കുക? അപ്പോഴൊരു സൊല്യൂഷൻ ഉണ്ടാവും. ഇത്ര ഇതിലുള്ളൂ. പിന്നെന്താ?
എന്റെ മോക്ക് എൻട്രൻസ് കിട്ടിയില്ല, ഇജ്ജ് എന്തിനാ പേടിക്കണ്ടേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഞാൻ സൊല്യൂഷൻ ഉണ്ടായിക്കൊണ്ട്. ഇനിയിപ്പോ പൈസ കൊടുത്ത് ചേർക്കാനാണ് ഞാൻ പണി ഉണ്ടാക്കി തരാം. പൈസ ഒക്കെ ആളിയുടെ കയ്യിലൊക്കെ ഉണ്ടാവും. ആളിയെ സമ്മതിക്കൂല. ആളിനോട് ചോദിക്കുമ്പോൾ പേടിയാണ്. എന്താ പേടിച്ച ഒന്നുമില്ല, ഒരു പേടി, ഉള്ളിലൊരു പേടി. അത് ആ പണ്ടുണ്ടായ പേടിയാണ്. ഇത് ഒഴിവാക്കാൻ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും പല സാധനം അങ്ങനെ. ഞാൻ അതോടെ എത്ര തുറന്നു പറയുന്നത്, പലതും ഉണ്ടാവും. ഒരു കാര്യമില്ല, അതെങ്ങനെ പറയേണ്ടത് പഠിച്ചാൽ പ്രശ്നം സോൾവ് ആയി, ഒരു വിഷയം ഉണ്ടാവില്ല. ഇതാണ് സത്യം. ഇതുകൊണ്ടാണ് ഇതിനെ പറയാൻ പഠിപ്പിക്കാനുള്ള കാരണം. ഇതുകൊണ്ടാണ്. അടുത്ത മാസ്കിന്റെ പേരാണ് കോൺഫിഡന്റ് മാസ്ക്. എന്താ കോൺഫിഡന്റ് മാസ്ക് കാര്യങ്ങള്? ഈ കോൺഫിഡന്റ് മാസ്കിന്റെ പ്രത്യേകത, നമുക്ക് നമ്മളെ ഉള്ളില് ഞാൻ പോരാ എന്നുള്ളൊരു ചിന്ത ചില ആൾക്കാർക്ക്. ഞാൻ പോരാത്തവനാണ്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മേലിൽ മറ്റുള്ളവരോട് ഇങ്ങനെ കൽപ്പിച്ചിട്ട് ഓർഡർ ഇട്ടിട്ട് ഭയങ്കര കമാൻഡിങ് പവറിൽ എന്ത് ചെയ്യും ആൾക്കാരെങ്ങനെ നമ്മൾ എന്ത് ചെയ്യും നിയന്ത്രിക്കാം. എന്താ ചെയ്യാതെ പേടിപ്പിച്ചിട്ട് ഇങ്ങനെ. സത്യത്തിൽ എന്താണ് ഓന്റെ ഉള്ളിലാണ് പേടി, പക്ഷെ ഓൻ പോരാന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നുണ്ടാകുന്ന സാധനമാണ് എന്ത് വെറുതെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എനർജി കാട്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാ പുറത്തേക്ക് ഇങ്ങനെ കാണിക്കാം. ഞാൻ സത്യം പറയണേ, പണി കിട്ടും, പണി കിട്ടും, ഉറപ്പിച്ചു കിട്ടും, ഉറപ്പിച്ചു കിട്ടും, പണി കിട്ടും. വേഗം മറ്റുള്ള പണി കിട്ടിയിട്ടില്ലേ, ഞാൻ അങ്ങനെ പറയും. ഇതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത. പിന്നെ അടുത്ത സ്ഥാനത്തിന്റെ പേര് സിഫാന. പോയോ? അവളെ കൺഫ്യൂഷൻ തീർന്നു പോയതാണോ നിർത്തി പോയതാണോ? എന്താ പറ്റി? കാണാല. ഓക്കെ. അടുത്തത് സ്പിരിച്വൽ മാസ്ക്. സ്പിരിച്വൽ മാസ്ക് എന്താ? സ്പിരിച്വൽ മാസ്ക് വെച്ചാല് ഭയങ്കര ഭയഭക്തി കാണിച്ചിട്ട് ഇങ്ങനെ നമ്മളെ വിഷമങ്ങളൊന്നും ആരോടും പറയാതെ അത് കാണിച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് നടക്കാം. ഉള്ളില് വേറൊരു സാധനം, പുറത്ത് വേറൊരു സാധനം. സ്പിരിച്വൽ മാസ്ക്. ഇതൊക്കെ ഉള്ളിലുള്ള വിഷമങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് കരുതിയിട്ട് നിങ്ങള് നല്ല രീതിയിൽ പോണ ആൾക്കാർ അങ്ങനെ കരുതണ്ട കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അല്ലാത്തവർക്ക് ഒരു പേടിയോണ്ട് എന്ത് ചെയ്യാ, സ്പിരിച്വൽ ആയിട്ട് ഇങ്ങനെ ഞാൻ ഭയങ്കര എന്താ പറയാ ഈമാനിയായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളായിട്ട് മാറുക, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഒരു ഭക്തനായിട്ട് മാറിയിട്ട് ഇങ്ങനെ നടക്കുക. നിങ്ങൾ കണ്ടില്ലേ, വേണ്ട പറയാൻ, നിങ്ങള് ഈ എന്താ പറയാ കിട്ടുന്നില്ലല്ലോ, ശ്രീനിവാസന്റെ ഒരു സിനിമ ഉണ്ടില്ല നിങ്ങള്, ചിന്താവിഷ്ടയായ ശ്യാമള. നിങ്ങൾ കണ്ടണോ? ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസൻ അവസാനം ഒരു ഭക്തനായി മാറുന്ന ഒരു രംഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഭയങ്കര ഒരു സ്വാമി ഭക്തനായിട്ട് മാറുക. പിന്നെ ഫുള്ള് ഒരു പ്രാവശ്യം ശബരിമലയിൽ പോയതിനു ശേഷം പിന്നെ ഫുൾ ഭക്തനാവുക. അതിന്റെ മുന്നേ ഫുൾ എന്തായിരുന്നു, ഫുള്ള് കള്ളുകൂടി ഒക്കെ ആയിരുന്നു. പക്ഷെ അതിന് മാറിയിട്ട് ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം അപകർഷതാബോധത്തിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നിൽ ഇതിങ്ങനെ എന്ത് ചെയ്യാ, അതിന് വേണ്ടിയിട്ട് മാറാം. ഇതാണ് സ്പിരിച്വൽ മാസ്ക് എന്ന് പറയുന്ന സാധനം. ഇതൊക്കെ അതേപോലെ വർക്കോളിസ്റ്റിക് മാർക്ക്. എന്താ വർക്കോളിസ്റ്റിക് മാർക്ക് എന്ന് പറഞ്ഞാല്, ചില ആൾക്കാർ എപ്പോഴും ബിസി ആയിരിക്കാം, എപ്പോഴും ഇങ്ങനെ ബിസി ആവുക. അതിന് എന്തെങ്കിലും ഒരു ബിസി ഇല്ലാതായ ടെൻഷനായി, ഒരു ബിസി ഇല്ലെങ്കിൽ ടെൻഷനായി, ബിസി ഇല്ലെങ്കിൽ ടെൻഷൻ. അപ്പൊ എല്ലാം ഫുള്ള് വർക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ടെൻഷൻ മാറ്റാനുള്ള പരിപാടി ചെയ്യും. ഫുള്ള് വർക്കാ. അപ്പൊ എന്താണ്, നമ്മളിങ്ങനെ ജോലി ചെയ്യുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റഡ് ആവുമ്പോ പിന്നെ എന്തുണ്ടാവില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ വരില്ല, നമ്മളെ വിഷമങ്ങൾ പുറത്തേക്ക് വരില്ല. അപ്പൊ അതൊന്നും അതിന് വേണ്ടിയിട്ട് ഒരു മാസം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഇതൊക്കെയാണ് സത്യത്തിൽ നമ്മളല്ലാതാക്കി മാറ്റിയത്. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന സാർ. നമ്മളെ യഥാർത്ഥ നമ്മളാക്കി മാറ്റാത്തതിന്റെ കാരണം ഇതാണ്. ഞാൻ പറയുന്നത് കരച്ചിൽ വന്നാൽ കരയണം. ഞാൻ സത്യം പറയും, കരയണം. എത്രത്തോളം കരയാൻ പറ്റുമോ അത്രത്തോളം കരയണം. ചിരി വന്നാൽ ചിരിക്കണം. നമ്മളെ വിഷമങ്ങൾ ആരോടെങ്കിലും പറയാൻ പറ്റിയാൽ അത് പറയണം. അല്ലെങ്കിൽ അത് ആരെടുത്ത പറഞ്ഞാലാണോ അതിന്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ,
നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. നിങ്ങൾക്ക് കുറെ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പല വിഷമം ഉണ്ടാവും. ഞാൻ പറയാ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെയാണ്. നിങ്ങളെ കേൾക്കാൻ ഒരാളില്ലെങ്കിൽ എത്ര പ്രയാസപ്പെടും നിങ്ങള് ഓരോ ദിവസവും. നിങ്ങളെ ഹസ്ബൻഡ് തന്നെ ആയിക്കരാം. പക്ഷെ നിങ്ങളെ കേൾക്കാൻ തയ്യാറാകാത്തപ്പോ നിങ്ങളുടെ ഉള്ളിൽ എത്ര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ആ വിഷമം ഉണ്ടാക്കേണ്ട സമയത്ത് മുഴുവൻ നിങ്ങളെ ഉള്ളിൽ നെഗറ്റീവ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ വിഷമത്തിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ള പണി അപ്പൊ തന്നെ എടുത്താലോ ആ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യാതെ നിർത്തും. ഇതാണ് ഇതുകൊണ്ടാണ് പല ആളുകളും വെറുതെ രോഗികളായി മാറാനുള്ള കാരണം. വർക്കിലുണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഭക്തിക്ക് പോവുക, വെറുതെ ഒരു ആവശ്യമില്ലാത്ത ഭക്തിക്ക് പോവുക. അല്ലെങ്കിലോ എന്താ വെച്ചാൽ മറ്റുള്ളവരോടൊക്കെ നെട്ടിച്ചിട്ട് ചില ആൾക്കാരെ കണ്ടില്ല നിങ്ങൾ ചില പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ കോൺഫിഡൻസ് മാസ്ക്, അതായത് ചില അമ്മായിമ്മമാര്. ഇപ്പോ ഞാന് ഒരു കുട്ടീനോട് ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോ എന്താ മോളെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞ കാര്യമാണ് ഈ അമ്മായിമ്മ സാറെ ഭയങ്കര പ്രശ്നമാണ്. ഭർത്താവൊന്നും പ്രശ്നമില്ല, സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്, പ്രശ്നമില്ല. അപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. അമ്മായിമാന്റെ അതിന്റെ അമ്മോശാക്ക, ശരിക്കുള്ള അമ്മോശാക്ക മരിച്ചിട്ടുണ്ട്. അമ്മായിമാനെ വേറെ ആളാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അയാൾ ഇങ്ങനെ ഒരു ഇൻട്രോവേർട്ട് ആണ്. അവിടെ ഇങ്ങനെ വരും പോവും എന്നല്ലാതെ ഒരു ഇതൊന്നുമില്ല. അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ അമ്മായിമ്മക്ക് എന്താണെന്ന് അറിയില്ല. അമ്മായിമ്മ എല്ലാ ദേഷ്യം കൂടെ എന്റെ മേത്താണ് തീർക്കുക. നിങ്ങൾ ആലോചിക്ക്. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ആരല്ലേ? എന്റെ വീട്ടില് അതിലേറെ പ്രശ്നം സാറേ. എന്റെ വീട്ടിൽ എന്റെ ഉപ്പിമ്മയും വേറെ വേറെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളിട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളി. ലൈഫ് എങ്ങട്ടാ പോണത്? വേറെ വേറെയാണ്. അതെന്താ പറയാണ്? എന്റെ ഉമ്മാക്ക് ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്റെ ഉപ്പാക്ക് എന്റെ ഉമ്മ എന്ന് പറയുന്നത് വെറും കിടപ്പറയിലുള്ള ഒരു ആവശ്യത്തിനുള്ള ആള് മാത്രമാണ്. എന്നാൽ എന്റെ ഉമ്മ അങ്ങനല്ല. എന്റെ ഉമ്മാക്ക് കുറച്ചൊക്കെ ഒരു ഫ്രീഡം വേണം, കുറച്ചൊന്ന് സംസാരിക്കാനൊക്കെ ആള് വേണം. പക്ഷെ എന്റെ ഉപ്പാക്ക് അതിനൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് എന്റെ ഉമ്മയും എന്റെ ഉപ്പയും വേറെ വേറെ. ഉപ്പായും ഉമ്മാനായിട്ടൊക്കെ ഞാൻ ബന്ധമുണ്ട്, പക്ഷെ ഇവര് രണ്ടും വേറെ വേറെ. അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരാളെ സന്തോഷത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ട് കണ്ടെത്തിയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചു പോയത്. എങ്ങനെയുണ്ട്? എന്നപ്പ സന്തോഷമുണ്ടോ? ഇല്ല. അവിടെ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ. ഒന്ന്, ഉമ്മാക്ക് വേണ്ടത് ഉപ്പാന്റെ അടുത്ത് കിട്ടാത്തോണ്ട് ഉമ്മ എന്ത് ചെയ്തു? ഉമ്മ ഉമ്മാന്റെ പാട്ടിന് പോയി. രണ്ടോ മൂന്നോ കുട്ടികളുണ്ട്, പോയി. രണ്ടാമത്തെ, ഈ കുട്ടി കല്യാണം കഴിച്ച് ചെന്നപ്പോ കിട്ടിയത് ഇങ്ങനത്തെ ഒരു അമ്മായിമ്മ ആകാനുള്ള കാരണം അമ്മായിമാർക്ക് എന്താണോ കിട്ടേണ്ട സന്തോഷം അത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത്ര ഇതിലുള്ളൂ, വേറൊരു സാധനം ഇതിലില്ല. ആ സന്തോഷം കിട്ടാത്തോണ്ടാണ് എല്ലായിടത്തും പ്രശ്നങ്ങൾ, എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ. നമ്മള് ഇതെല്ലാം ഉൾക്കൊള്ളാൻ നമ്മൾ പഠിച്ചാൽ പിന്നെ ഈ ആളുകളൊക്കെ ഓട്ടോമാറ്റിക്കലി മാറും, നിർബന്ധമാവും മാറാൻ. ഇപ്പൊ നിങ്ങൾ ചിരിക്കുന്നത് മാസ്ക് അണിഞ്ഞ ചിരിയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു എനർജി ഒന്നും പാസ് ചെയ്യില്ല. എന്നാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോട് കൂട്ടിയിട്ട് അത് അവരുടെ പ്രയാസം കൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ചേർത്ത് പിടിക്കുമ്പോ നിങ്ങളെ ഉള്ളിൽ നിന്ന് ഒരു എനർജി പാസ് ചെയ്യും. ആ എനർജി അവിടെ റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്ട് ചെയ്യുന്ന എനർജി നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളും അവരും തമ്മിലുള്ള ബോണ്ട് ഭയങ്കര ക്ലിയർ ആവും. പിന്നീട് നിങ്ങളോടായിരിക്കും അവർ വിഷമങ്ങൾ സംസാരിക്കുക. അപ്പൊ നിങ്ങൾക്കും സംസാരിക്കാൻ ഒരാളാവും. പിന്നീട് നിങ്ങൾ അങ്ങോട്ട് അടുത്തു പോകും. ഇത് സംഭവിക്കണേ ഇതുകൊണ്ടാ ഒരാൾ റെഡിയാണ് പറ്റാൻ, മറ്റേ ഓട്ടോമാറ്റിക്കലി റെഡി. നമ്മളിൽ പ്രത്യേകിച്ച് ഒരു പണിയെടുക്കണ്ട. ഈ മാസ്കുകൾ അയച്ചേക്കാന് ഒരാള് എന്ത് ചെയ്താൽ മതി? ഒരാള് ചെയ്താൽ മതി. പിന്നെ എന്താ വെച്ചാൽ ഹമ്മർ മാസ്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാല്, ഹമ്മർ മാസ്കിന്റെ പ്രത്യേകത ഇത് നമുക്ക് പല വിഷമമുണ്ടാവും. ഇവരിതെന്ത് വെച്ചാല് ചിരി തമാശ ഒക്കെ ആക്കിയിട്ട് മാറ്റിയിട്ട് സംസാരിക്കും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പ്രശസ്തനായിട്ടുള്ള, ഇപ്പൊ ഇന്ന് നമ്മളുടെ മാർക്കറ്റില് പ്രശസ്തനായി നിൽക്കുന്ന വലിയ കുഴപ്പമില്ലാത്തൊരു യൂട്യൂബർ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു
സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അയാളെ കഥ പറയുന്ന ഒരു വീഡിയോ. നിങ്ങളൊരു കാര്യം കേട്ടോ, നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ കേൾക്കണം, കാണണം. നമ്മൾ കാണാൻ എപ്പോഴും എന്താ പറയുക, നമ്മൾ കാണാൻ നമുക്ക് ആവശ്യമില്ലാത്ത കാണാം. ഇത് കാണാം, കണ്ടിട്ട് മനസ്സിലാക്കണം. ഇത് വെറുതെ കണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിലത്തെ ഓരോ ഓരോ വിഷമങ്ങൾ അല്ല. അപ്പൊ അയാൾ പറയണ്ടേ, ഞാൻ നിങ്ങളെ ചിരിപ്പിക്കുന്നത് ഇന്ന വിഷയങ്ങളെ കൊണ്ടാണ്. ഞാൻ നിങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടാണ് എന്റെ ജീവിതം സന്തോഷം കണ്ടെത്തുന്നത്. എന്റെ വിഷമം സത്യത്തിൽ ഇതാണ്. അയാൾ കണ്ണിന്ന് വെള്ളമൊലിച്ചിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായത്? അയാൾക്കൊരു കുട്ടിയുണ്ട്, ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. ആ കുട്ടി എന്നെ എന്നെങ്കിലും മരിക്കുന്നതിന് മുന്നേ ഒരു ഉപ്പ എന്ന് വിളിച്ചാൽ മതി. എന്റെ ആഗ്രഹം അതാണ്. എത്ര പൈസ ഞാൻ ചെലവാക്കും എന്ന് പറയുന്നത് ഞങ്ങളുടെ. അത് പറഞ്ഞിട്ട് അയാൾ കരയാൻ. എന്നാൽ ഇന്ന് ആളുകളെ മുഴുവൻ കുടുകുടാ ചിരിപ്പിക്കുന്ന ഒരാളാണ് അയാൾ. നിങ്ങളൊന്ന് ആലോചിക്കേണ്ട അവസ്ഥ. അങ്ങനെ നമ്മളുടെ വിഷമങ്ങളെ നമ്മൾ തമാശകളാക്കി മറ്റുള്ള ചിരിപ്പിച്ചുകൊണ്ടും മറ്റുള്ളവർ തമാശ കാണിച്ചിട്ടും കോമാളി വേഷം കെട്ടിയിട്ടും പോകുന്ന ഒരു മാസ്കാണ് അമർ മാസ്ക്. ഇത് നമ്മളെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. നമ്മൾ പഠിച്ചാൽ, നമുക്ക് മനസ്സിലാക്കിയാൽ, നമ്മൾ ആരും നമ്മൾ അങ്ങനെ ആവാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അത് പറയുന്നത്. ഇത് മാറ്റിയെടുക്കുമ്പോഴേ നമ്മളുടെ ജീവിതത്തിൽ നമ്മളായിക്കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. നമ്മളായില്ലെങ്കിൽ നമ്മളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരില്ല. നമ്മൾ ഈ ചളിയിൽ കിടന്നുകൊണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 50 പൈസ നമ്മളെ ഈ തിളങ്ങുന്ന 50 പൈസ ചളി വീണാല് നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങളെ സ്വർണം നല്ല തിളക്കുള്ള സാധനമാണ്. നിങ്ങളതൊരു പാടത്തോ ചളിയിലോ പോയാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ ഭയങ്കര പണിയാണ്. എന്താ കാരണം? ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിലാണെങ്കിൽ മുങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും, തെളിച്ച് കാണാൻ പറ്റും. പക്ഷെ അത് കലങ്ങിയ ഒരു വെള്ളത്തിലാണെങ്കിൽ, അത് ചളി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാണൂല. അതേപോലെ നിങ്ങളെ കാണണമെങ്കിൽ നിങ്ങൾ തിരയേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ്. നമ്മളുടെ ഉള്ളിലാണ് നമ്മളെ തിരയേണ്ടത്. നമ്മുടെ ഉള്ളിലാണ് നമ്മളുടെ പവർ ഉള്ളത്. ഒരു അഗ്നിപർവ്വതം പോലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള, ഉള്ളിൽ അത്രയും കാര്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരാളാണ് മനുഷ്യൻ. അത്രയും പവറുള്ള, അത്രയും എന്താ പറയാ, എനർജിയുള്ള ശരിക്ക് ഒരാളാണ് മനുഷ്യൻ. ഇത്ര എനർജിയുള്ള, അല്ലെങ്കിൽ ഇത്ര കഴിവുകളുള്ള, അല്ലെങ്കിൽ ഇത്ര പൊട്ടൻഷ്യൽ ഉള്ള, ഇത്രയും പെർഫോമൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജീവിയെ ഈ ലോകത്ത് ദൈവം സൃഷ്ടിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള പല ചെറിയ ചെറിയ കാരണങ്ങളെ കൊണ്ടും കാര്യങ്ങളെ കൊണ്ടും നമ്മളല്ലാതെ പോയത് കൊണ്ടാണ് നമ്മളുടെ യഥാർത്ഥ പവർ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്തത്. അത് ആർക്കെല്ലാം കാണിക്കാൻ പറ്റുന്നുണ്ടോ അവരെല്ലാം ഇന്ന് ജീവിതത്തിൽ വളരെ ഉയരത്തിൽ നിൽക്കുന്നവരാണ്. പല കാരണങ്ങളെ കൊണ്ട്, പണം കൊണ്ടായിരിക്കാം, സമാധാനം കൊണ്ടായിരിക്കാം, മറ്റുള്ളവരെ സമാധാനിപ്പിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ കൊടുത്തുകൊണ്ടായിരിക്കാം, മറ്റുള്ളവരെ നല്ല വഴികളിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ടായിരിക്കാം, മറ്റുള്ളവരുടെ ഉള്ളിൽ വലിയ സ്ഥാനവും വലിയ പ്രചോദനവും ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കാം. ഇതെല്ലാം സാധിക്കുന്നതിന്റെ കാരണം അവർ ഈ രീതിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. ഇതിനെ ഒഴിവാക്കാൻ ഞാനും നിങ്ങളും വിചാരിച്ചാലും സാധിക്കുന്ന കാര്യവും. അതിന് നമ്മൾ ചെയ്യേണ്ട പണി ശ്രദ്ധിച്ച് കേട്ടോ. ഷിഫാന പോയി തോന്നണോ? നസീബ ഒന്ന് വിളിച്ചു നോക്കിയാ. ഷിഫാന എന്നോട് ഡൗട്ട് ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഇത് ചെയ്യാനുള്ള പണി എന്ന് പറയുന്നത്, നമ്മള് എല്ലാ ദിവസവും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര സമയമുണ്ട്? 24 hours ഉണ്ട് അല്ലെ? ഈ 24 മണിക്കൂറിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി എത്ര സമയം ചെലവഴിക്കാറുണ്ട്? നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉറങ്ങുമ്പോഴല്ലാതെ നിങ്ങൾ എത്ര സമയം ചെലവഴിക്കാറുണ്ട്? ഉറങ്ങുമ്പോഴും നിങ്ങൾ ചെലവഴിക്കാറില്ല. ഞാൻ പറയട്ടെ, രാത്രി നിങ്ങളുടെ ചിന്ത ഇതാണ്: രാവിലെ എന്ത് ചായക്ക് കടി ഉണ്ടാക്കും, രാവിലെ എന്ത് കറി വെക്കും, സ്കൂളിൽ കൊണ്ടുപോകാൻ എന്റെ കുട്ടിക്ക് എന്ത് ഉപ്പേരി ഉണ്ടാക്കും. ഈ ചിന്തയാണ് രാത്രി. ഇനി അതുമല്ല, ഏതെങ്കിലും ഒരു ദിവസം കല്യാണം ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് ഞാൻ ഏത് ഡ്രസ് ഇടും. കല്യാണം അടുത്ത മാസം എന്ന് തുടങ്ങി ചിന്ത.
ഞാനൊന്ന് ചോദിക്കട്ടെ, അത് ആരോ കല്യാണം, നിങ്ങളെ കല്യാണം അല്ലല്ലോ? അല്ല. നിങ്ങൾ ഒരു 1000 ആൾക്കാർ തന്നെ കല്യാണത്തിന് ആരൊക്കെ നിങ്ങളെ നോട്ട് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുഴപ്പമില്ലാത്ത ഡ്രസ്സിൽ അത്രേ ഉള്ളൂ. പിന്നെ ആൾക്കാർ പലതും പറയും. ഓക്കൊരു നല്ല ഡ്രസ്സ് ഇട്ടൂടെ? ഓലെന്താ ആൾക്കാർ എന്തൊക്കെ പറയും? ആൾക്കാർ പറയുന്നത് മാത്രം കേട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു ദിവസം ഞാൻ പറയുന്നു ഒരു 20 മിനിറ്റ് എത്ര 24 മണിക്കൂറിൽ നിന്ന് ഒരു 20 മിനിറ്റ് നിങ്ങൾ മാറ്റിയേക്കണം. ഒരു 20 മിനിറ്റ്. രാത്രി ഒരു 10 മിനിറ്റും അതിരാവിലെ ഒരു 10 മിനിറ്റും. എന്നതൊക്കെ മെല്ലെ മെല്ലെ മാറും. ഒരു സോൺ മാറൂല കേട്ടോ. ഒരു സോൺ മാറൂല. 100% ഞാൻ പറയണ ഒരു സോൺ മാറില്ല. കാരണം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ദിവസങ്ങളോളം എടുത്തിട്ടില്ല, വർഷങ്ങളോളം എടുത്തിട്ട് നമ്മളുടെ ഉള്ളിൽ സ്വരൂപിച്ച് കൂട്ടിയ ഈ ചളീനെ ഒരു ദിവസം കൊണ്ട് നമുക്ക് മാന്തി ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ എന്റെ സിസ്റ്ററോടും പറഞ്ഞത് അത് തന്നെയാണ്. എന്റെ പെങ്ങളോടും പറഞ്ഞത് അത് തന്നെയാണ്. ഒരു ദിവസം കൊണ്ടൊന്നും ഇത് സാധിക്കൂല. ഈ ഇന്നാണ് പോയിട്ട് ഇന്ന് റെഡിയാവുമെന്ന് കരുതിയിട്ടാണെങ്കിൽ ഈ പോണ്ട. ഈ വല്ല ഇംഗ്ലീഷ് ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കുടിച്ചോ. കഴിയൂല. ഞാൻ പറയുന്ന പോലെ ഈ കുറച്ച് ദിവസം തുടരാൻ തയ്യാറാണെങ്കിൽ സംഭവം മെല്ലെ മെല്ലെ റിലീസ് ചെയ്യും. ഇത്രേ ഉള്ളൂ. ഇതാണ് സത്യം. ഇതാണ് അതിന്റെ സത്യം. നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ 10 മിനിറ്റ് എങ്ങനെ ഉപയോഗിക്കണം? ആ 10 മിനിറ്റിന് എങ്ങനെ ഉപയോഗിക്കണം? നിങ്ങൾ എണീറ്റ ഉടനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നേരെ അടുക്കളയിൽ കൂടല്ല ചെയ്യേണ്ടത്. നിങ്ങള് ഇനി അടുക്കളയിൽ പോയാലും കുഴപ്പമില്ല. നിങ്ങളൊരു 10 മിനിറ്റ് സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കും. കാരണം അപ്പോൾ നിങ്ങളെ കുട്ടികൾ എണീറ്റിട്ടൊന്നും ഉണ്ടാവില്ല. 10 മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക രാവിലെ. എന്നിട്ട് കണ്ണടച്ചിരിക്കുക. വേറൊന്നും ചെയ്യേണ്ട, കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരിക്കുക. മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് വായ തുറന്നിട്ട് വിട്ടുകൊണ്ടേയിരിക്കുക. ആ ശ്വാസം പോകുന്നത് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോ നമ്മളുടെ വയറിന്റെ അടി വരെ അത് എത്തുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കുക. അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു 10 മിനിറ്റ്. അപ്പൊ നിങ്ങളെ മുന്നില് ഒരുപാട് ചിത്രങ്ങൾ തരും. എങ്ങനെ അറിയാം? നമ്മളുടെ പണ്ട് ഞാനൊക്കെ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ഈ ഫിലിം കിട്ടും. ഈ സിനിമന്റെ ഒക്കെ ഫിലിം കിട്ടും. നമ്മളെ പണ്ടൊക്കെ നിങ്ങൾ ഈ സ്റ്റുഡിയോകളിലൊക്കെ ഫിലിം കണ്ടിട്ടില്ലേ? രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഓളുള്ള ഫിലിം. അതിന്റെ വലിയ റീല് കിട്ടും ഫിലിം. അതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മമ്മൂട്ടി ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു കുറേ ക്ലിപ്പുകൾ ഉണ്ടാവും. ഇങ്ങനെ കുറേ ക്ലിപ്പുകൾ ഇങ്ങനെ അതിലുണ്ടാവും. ഓരോരോ രംഗങ്ങൾ. അതിനെല്ലാം കൂടെ സ്പീഡിൽ പോകുമ്പോ ലൈറ്റ് അടിക്കുമ്പോഴാണ് നമ്മൾ സ്ക്രീനിൽ എന്ത് കാണാ? നമ്മളെ സിനിമ അത് ആക്ഷൻ ആയിട്ട് കാണും. അതേപോലെ ആ റീൽസ് ഇങ്ങനെ വലിച്ചാൽ എങ്ങനെ പോണ്? അതേപോലെ നമ്മളുടെ മുന്നിലൂടെ ഒരുപാട് നെഗറ്റീവ് സാധനങ്ങൾ കടന്നങ്ങനെ പോവും. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പോവും. അപ്പൊ നിങ്ങള് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തിരിയരുത്. അതങ്ങനെ അതിന്റെ വഴിക്ക് അങ്ങനെ പൊക്കോട്ടെ. അതങ്ങനെ പൊക്കോട്ടെ. അങ്ങനെ ഒരു 21 ദിവസം നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾ കാണുമ്പോ നിങ്ങൾക്ക് നെഗറ്റീവ്സിന്റെ പിക്ചർ വരൂല. പിന്നെ പകരം പോസിറ്റീവ് ആണ് വരിക. പോസിറ്റീവ് വരുമ്പോ എന്താണ്ടാവുക വെച്ചാൽ നല്ല മൈൻഡ്ഫുൾനെസ് കിട്ടും. മൈൻഡ്ഫുൾനെസ് പറഞ്ഞാല് നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. നിസ്കരിക്കുകയാണെങ്കിൽ, അതായത് നമ്മള് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടും. നമ്മൾ അലക്കുകയാണെങ്കിൽ അലക്കണിയിൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. കുക്കിങ്ങിലാണെങ്കിൽ കുക്കിങ്ങിൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. ഡ്രൈവിങ്ങിലാണെങ്കിൽ ഡ്രൈവിങ്ങിൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. മനസ്സ് ഭയങ്കര പവർഫുൾ ആയി മാറും. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്തായാലും നമ്മളെ പുറത്തേക്കും കാണിക്കും. അത് നമ്മളെ മറ്റുള്ളവർ തിരിച്ചറിയാൻ കാരണമാവും. മറ്റുള്ളവരുടെ ഉള്ളിൽ നമ്മളെ കുറിച്ചുണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും നമ്മൾ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് അവരെ കുറിച്ചുണ്ടായിരുന്ന പ്രയാസങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. ഇത് രാത്രിയും പകലും ഒരാൾ ചെയ്യുക, രാവിലെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഒരു 21 ദിവസം കഴിയുമ്പോൾ അയാൾ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറും. പുതിയ മനുഷ്യനായിട്ട് മാറും. ഹൈ പവറിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറും. ഒരു 90 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ
ഒരു ദിവസം പോലും നിങ്ങൾക്ക് ഇത് ചെയ്യാതിരിക്കാൻ പിന്നെ സാധിക്കില്ല. അതൊരു ഹാബിറ്റായി മാറും. ഹാബിറ്റ് അല്ല, നിങ്ങളുടെ ഒരു സ്വഭാവ ഗുണമായിട്ട് മാറും. അയാള് ഹൈ പവറേക്കാരം അയാളെ പെർഫോമൻസ്. ഒരു ജോലി ചെയ്താൽ ഭയങ്കര റിസൾട്ട്, ജോലിയിൽ ഭയങ്കര പെർഫോമൻസ്, ചെല്ലുന്നിടത്തൊക്കെ വിജയം ഉണ്ടാവും, പരാജയം എവിടെ ഉണ്ടാവും. ഇത് ഈ മൈൻഡ് കൊടുക്കുന്ന എനർജിയാണ്. ഈ മനസ്സ് കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ ഈ മാസ്കുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവും. അതിന്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ തെറാപ്പിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ തെറാപ്പി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളുടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ മാത്രം കുറച്ച് സമയം, ഒരു 2 മിനിറ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം 2 3 മിനിറ്റുകൾ അതിനെ മാത്രം ശ്വാസം എടുത്ത് വായിലൂടെ എടുത്ത് മൂക്കിലൂടെ എടുത്ത് വായിലൂടെ വിട്ടുകൊണ്ടേയിരിക്കുക. അതിന്റെ കൂടെ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് ഒരു 3 മിനിറ്റ് തനിക്ക് തന്റെ ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഒന്നിങ്ങനെ കണ്ണോടിച്ചിങ്ങനെ പോവാ. ഒന്നിങ്ങനെ അതിലേക്ക് മാത്രം ചിന്ത കൊണ്ടുവരാം. എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ കണ്ണടച്ച് കാലുകളൊക്കെ നിലത്ത് നന്നായിട്ട് ഉറപ്പിച്ചിട്ട് വെച്ചിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ മെട്ടത്തെറാപ്പി ഞാൻ ആദ്യം പറഞ്ഞ സാധനം ചെയ്യേണ്ട ഒന്നുമില്ല. മൂക്കിലൂടെ എടുത്തിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചറിയാം. മൂക്കിലൂടെ എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കോൺസെൻട്രേഷൻ കിട്ടാൻ മൂക്കിലൂടെ എടുത്തിട്ട് വായി കൂടെ അപ്പൊ തന്നെ മൂക്കിലൂടെ എടുത്ത് മൂക്കിലൂടെ വിട്ടാൽ ഇത്ര ഭാഗത്ത് മാത്രമേ ഇത് സ്പ്രെഡ് ആവും. എന്നാൽ മൂക്കിലൂടെ എടുത്തിട്ട് മൂക്കിലൂടെ ഇങ്ങനെ വിടുകയാണെങ്കിൽ ഭയങ്കര പവറൊക്കെ. മൂക്കിലൂടെ എടുത്ത് വായ തുറന്ന് പിടിച്ചിട്ട് ഇങ്ങനെ വിടുക. നിങ്ങളെ മനസ്സിന്റെ നിയന്ത്രണം കുറച്ച് സമയം കൊണ്ട് നിങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. കുറച്ച് സമയം. എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കണ്ണടച്ചിരുന്ന ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ശ്വാസത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവസാനം ഗ്രാറ്റിറ്റ്യൂഡുള്ള സംഭവം ചെയ്യുക. ശ്രദ്ധിച്ചോ. തന്റെ ദൈവം തനിക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് ഒരു നല്ല ബ്രെയിന് തന്നു. ആ ബ്രെയിനിനെ ശരിക്ക് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി അതിന്റെ ഇടത് ഭാഗം, അതിന്റെ വലത് ഭാഗം, അതിന്റെ ബാക്ക് ഭാഗം, അതുപോലെ തന്നെ അതിന്റെ മുൻഭാഗം, നമ്മളുടെ നെറ്റിത്തട, നമ്മളുടെ നല്ല ഭംഗി കൂട്ടുന്ന പുരികങ്ങൾ, നമ്മളുടെ കണ്ണുകൾ, കൺപീലികൾ, കൺപോളകൾ, അതുപോലെ തന്നെ കവിള്, നമ്മളെ അതേപോലെ തന്നെ മൂക്ക്, മൂക്കിന്റെ എന്താ പറയാ ശ്വസിക്കാൻ കഴിയുന്ന മൂക്ക്, അതുപോലെ തന്നെ നമ്മളുടെ ചുണ്ടുകള്, അതേപോലെ നമ്മളുടെ കഴുത്തിന്റെ ബാക്ക് ഭാഗം, അതേപോലെ തോളെല്ലിന്റെ അതേപോലെ കൈയിന്റെ മസിലുകള്, ബാക്കിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മളുടെ നട്ടെല്ല്, അടുക്കുകളും ചിട്ടയോടും കൂടി വെച്ച നട്ടെല്ല്, അതിന്റെ ഇടയിലൂടെ പോകുന്ന സുഷുമ്ന നാഡി, അതേപോലെ തന്നെ നമ്മളെ ബാക്ക് ഭാഗം, അതേപോലെ തന്നെ നമ്മളുടെ കൈപ്പല, അതേപോലെ നമ്മളെ കൈയിന്റെ മുട്ടുകള്, അതേപോലെ കൈപ്പത്തി, കൈവിരലുകൾ, കൈയിന്റെ നഖങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ശരീരത്തിന്റെ ഭാഗം, അതേപോലെ നെഞ്ചകത്ത് നമ്മളുടെ വാരിയെല്ലുകളുടെ അടിയിൽ സുരക്ഷിതമായി നിൽക്കുന്ന നമ്മുടെ ഹാർട്ടിന്റെ ഓരോ സമയത്തുമുള്ള ആ മിടിപ്പിലേക്ക് മാത്രം ശ്വാസം എടുക്കുമ്പോൾ ആ മിടിപ്പിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ സകലമായ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്ന ആ എല്ലാ സെല്ലുകളിലേക്കും പോകുന്ന എല്ലാ കോശങ്ങളിലേക്കും ആ ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നതിനെ കുറിച്ചിട്ട്, അത് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിനെ കുറിച്ചിട്ട്, അതുപോലെ നമ്മുടെ അബ്ഡമനെ കുറിച്ചിട്ട്, നമ്മുടെ യൂട്രസിനെ കുറിച്ചിട്ട്, നമ്മുടെ ബ്രസ്റ്റിനെ കുറിച്ചിട്ട്, നമ്മളുടെ എന്താ പറയാ വയറിന്റെ ഭാഗം കുറിച്ചിട്ട്, നമ്മളുടെ ബാക്ക് ഭാഗം കുറിച്ചിട്ട്, നമ്മളെ കാലിന്റെ തൊടകളിലേക്ക്, കാലിന്റെ മുട്ടുകള്, അതേപോലെ തന്നെ കാലിന്റെ കാഫ് മസിലുകള്, കാലിന്റെ പാദങ്ങള്, കാലിന്റെ വിരലുകള്, ഇതെല്ലാം ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോഴത്തേന് ഈസി ആയിട്ട് 3-4 മിനിറ്റ് കഴിയും. എത്ര അനുഗ്രഹം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതെല്ലാം തന്ന അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ ഇതെല്ലാം എനിക്ക് തന്ന ഈ മോസ്റ്റ് അബാൻഡന്റ് ആയിട്ടുള്ള ഈ സർവ സമൃദ്ധിയാർന്ന നിന്റെ ഈ ഭൂമിയിലേക്ക്, ദൈവത്തിന്റെ ഈ ഭൂമിയിലേക്ക് എനിക്ക് ജനിക്കാൻ അവസരം തന്ന തന്റെ ദൈവത്തിനോട് ഒരുപാട് നന്ദി ഇങ്ങനെ പറഞ്ഞു നോക്കി. ഇതിനെല്ലാം കാരണക്കാരായ എന്റെ രക്ഷിതാക്കളോട്, എന്റെ ഉമ്മാനോടും ഉപ്പാനോടും ഒരുപാട് നന്ദി ഇങ്ങനെ പറഞ്ഞു നോക്കി. ഒരുപാട് നന്ദി, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന, എന്നെ വളരെ ഒരു എന്താ പറയാ
അവരുടെ എല്ലാ റിസ്കുകളും എടുത്തിട്ടാണെങ്കിലും അവർ എനിക്ക് സുരക്ഷിതത്വം ഉണ്ടാവണമെന്ന് കരുതിയിട്ട് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്നെ സംരക്ഷിക്കണം എന്ന് കരുതിയിട്ട് കഷ്ടപ്പെട്ട രംഗങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ കണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഒരു 2 തുള്ളി കണ്ണുനീര് ഇങ്ങനെ വരും. ശരിക്കാണ് നിങ്ങൾ ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ കണ്ണുനീരിൽ അമർന്നിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പോകും. ഓരോ ദിവസവും ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പവർഫുൾ ആവും. ഇത് ആർക്കൊക്കെ ചലഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റും എന്നാണ് എന്റെ ചോദ്യം. ആരൊക്കെ ഇത് ചലഞ്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും? അത് കഴിഞ്ഞതിന് ശേഷം സാവധാനം കണ്ണ് തുറന്നിട്ട് ഒന്ന് എണീറ്റ് നിന്നിട്ട് കയ്യും കാലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കിയിട്ട് ഒന്ന് ഉഷാറായിട്ട് ഒന്ന് നിങ്ങൾ അന്നത്തെ ജോലിക്ക് ഇറങ്ങി നോക്കി. ഭയങ്കര പെർഫോമൻസ് ഒക്കെ ഭയങ്കര പെർഫോമൻസ് ഒക്കെ നിങ്ങളെ ലൈഫ് മാറും. ഇത് ഗ്യാരണ്ടിയാണ്. ശരിക്കും എഴുതി വെച്ചോ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. റെക്കോർഡ് കിട്ടിയാൽ അത് വീണ്ടും കേട്ട് നോക്കുക. അതിനെ കേട്ടിട്ട് ഒരു ഓർഡറിൽ നിങ്ങൾ അതിനൊരു വോയിസ് റെക്കോർഡ് ആക്കിയിട്ട് ഇടുക നിങ്ങളെ ഫോണിൽ. എന്നിട്ട് അത് ഇങ്ങനെ കേട്ടാൽ മതി. നിങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ കേട്ടോക്കി. ഹൈ പെർഫോമൻസ് എങ്ങനെ ഹൈ പെർഫോമൻസ് നിങ്ങൾ 21 ദിവസം കൊണ്ട് മാറും തീർച്ചയായിട്ടും. ബാക്കിയുള്ള തെറാപ്പികളൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ വരാനുണ്ട്. അത് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഓരോന്ന് പഠിക്കാം. അപ്പൊ ഇത് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യും. അടുത്ത ദിവസം ഇത് ചെയ്തതിന് ശേഷം ഒരാഴ്ച സമയമുണ്ട് നമുക്ക്. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ മാസ്കുകളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഇതിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടുകളും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തതിന്റെ റിസൾട്ടുകളുമാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. അതിന്റെ കൂടെ നമ്മൾ വേണമെങ്കിൽ ഇതിനൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. മുന്താസ് ഹാൻഡ് റൈസ് ചെയ്ത് ഇന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? കഴിഞ്ഞ ദിവസം എനിക്ക് സമയം തരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്ക് ചോദിക്കാനും ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ നിർത്താണ്. അടുത്ത ദിവസം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ട് വരിക. അതുവരെ ഈ 7 ദിവസം അടുത്ത വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും ആദ്യം നിങ്ങൾ രാവിലെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഒരു 10 ദിവസം 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം വൈകിട്ടും കൂടി ഇതിനുള്ള ഒരു സമയം കണ്ടെത്തുക. എല്ലാവരും കുട്ടിയൊക്കെ ഉറങ്ങിയിട്ട് മതി, ഒരു കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങളൊന്ന് ഇരുന്ന് നോക്കി. നിങ്ങളെ ലൈഫ് മാറും, ഭയങ്കര കളർഫുൾ ആവും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നിങ്ങൾ പോലും സ്വപ്നം കാണാൻ കഴിയാത്തതിന്റെ അപ്പുറത്തേക്ക് എത്തും. എന്ത് ഡിസ്ട്രാക്ഷൻസ് ജീവിതത്തിൽ വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള നമ്മൾ അറിയാതെ നമ്മളിൽ തട്ടിയിട്ട് അത് തെറിച്ചു പോകുന്നത് നമ്മൾ പോലും അറിയില്ല. ആ പ്രശ്നങ്ങൾ അങ്ങനെ പോകും, നമ്മളെ ബാധിക്കുകയില്ല. അത് അങ്ങനെ പോകും. റബ്ബർ ബന്ത് ചുമരുമക്ക് എറിഞ്ഞ പോലെ അതങ്ങനെ പോകും. ഒരു ടെൻഷനും ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ വെച്ചാൽ ഞാൻ ഓരോ ദിവസവും എന്റെ മാസ്കുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് മാസ്ക് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഇതൊക്കെ നിങ്ങളെ ഉള്ളിൽ, ഞാൻ പറഞ്ഞ മാസ്കിലെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? അത് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ആ പ്രോബ്ലത്തിന് അതൊരു പ്രോബ്ലം ഒന്നല്ല. ഇപ്പൊ നിങ്ങൾക്ക് തരണം ചെയ്യാൻ നിങ്ങളെ വിൽ പവർ കൊണ്ട് കഴിയാണ്. വിൽ പവർ എന്നാല് ഞാനത് ചെയ്യും, എനിക്കത് ചെയ്ത ആ വിൽ പവർ കൊണ്ട് ചെയ്യാണ് നമ്മൾ. അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. കാരണം പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടിനെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് പോലെ നമ്മളവർ പറഞ്ഞിട്ട് ഇങ്ങനെ മെരുക്കിയിട്ട് എടുക്കുന്ന സാധനം ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. എന്നാൽ ഞാൻ പറഞ്ഞ ഈ സാധനം നടന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ഉള്ളിൽ ഒരു സെൽഫ് പവർ ഉണ്ട്. നിങ്ങളെ സ്വന്തമായിട്ട് നിങ്ങളാക്കുന്ന ഒരു എന്താ പറയാ ഒരു വലിയ ഒരു ഖനിയുണ്ട്. അതിൽ നിന്നുള്ളൊരു പവർ. ആ പവർ ഉണ്ടാവുമ്പോ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഭയങ്കര പവർഫുൾ ആയി മാറുമ്പോൾ നമ്മൾ പോലും അറിയാതെ ലൈഫ് കളറും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ അതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത ആഴ്ച നമുക്കൊരു Q&A നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കേണ്ട അവസ്ഥകളെ വെച്ച് തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ള അവസ്ഥകളെ കുറിച്ചിട്ട് അതിന്റെ മുന്നായിട്ട് നിങ്ങളൊന്ന് ഇത് പ്രാക്ടീസ് ചെയ്യാതെ ആരും ഉണ്ടാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് ചെയ്ത ആളുകൾക്ക് റിസൾട്ട് ഉണ്ടാവും. 100% ഗ്യാരണ്ടിയാണ്. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ്സ്. ആ 10 മിനിറ്റ് ഒന്നും ചിലപ്പോൾ ഒരു ദിവസം ഇരിക്കാൻ കഴിയൂല ഫസ്റ്റില്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേക്കണം, ടാസ്ക് ആക്കണം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരാം. നമുക്ക് ഇതുവരെ ശീലമില്ലാത്ത സാധനമാണ്. നമ്മൾ ആകെ എന്താ ചെയ്യാച്ചാല് കിടക്കയിൽ നിന്ന് എണീക്കുന്നു, നേരെ ബാത്റൂമിൽ പോകണോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യണോ, നേരെ പോകുന്ന ചട്ടിയും കുടുക്കന്റെ അടുത്തേക്കാണ്. അല്ലെങ്കിൽ പ്രശ്നമാണ് അവിടെ. കാരണം ഇത് എടുത്തില്ലെങ്കിൽ എല്ലാവരും നമുക്ക് എതിരാവും. ചില ആൾക്കാർ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ആ പോകുമ്പോഴത്തിന് എല്ലാ പണിയും പേരിട്ട് വേണം അവിടെ എത്താൻ. മനസ്സിലായി? അതൊക്കെ ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. അതുവരെ നിങ്ങൾക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. അത് നിർത്തണം എന്നല്ല പറഞ്ഞത്.
അത് ആസ്വദിച്ചിട്ട് അതിന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും സ്ട്രെസ് ഇല്ലാതെ സന്തോഷത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ സന്തോഷത്തിൽ ചെയ്ത അത്ര പവർ വേറെ എന്തെങ്കിലും ഉണ്ടാവില്ല. അതാണ് അതിന്റെ പ്രത്യേകത. നിങ്ങൾ അറിയാത്തൊരു എനർജി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത ദിവസം നിങ്ങൾ ഇത് ചെയ്തിട്ടാണ് വരേണ്ടത്. ഓക്കെ, ഗുഡ് നൈറ്റ്, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.